السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് ധാരാളം പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കാനും അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് സ്വാഗത ഭാഷണത്തിൽ ശ്രദ്ധിച്ചതുപോലെ വിവാഹത്തെക്കുറിച്ചും മോചനമാർഗത്തെക്കുറിച്ചും വിവാഹ സംബന്ധിയായി ഉണ്ടാകുന്ന ചില അശ്ലീല അധാർമിക പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ സംസാരിക്കാനുള്ളത്. ഇത് വളരെ വിശാലമായൊരു മേഖലയാണ്. പല കാര്യങ്ങളും വിസ്തരിച്ച് തന്നെ ചർച്ച ചെയ്യേണ്ടതുമാണ്. നമ്മുടെ പരിമിതിയൊക്കെ മാനിച്ചുകൊണ്ട് ഇങ്ങനെ കയറി ഇറങ്ങി പോകാനേ എനിക്ക് പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ആശങ്ക. ഇൻഷാ അല്ലാഹ് പരമാവധി പെട്ടെന്ന് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തീർക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മനുഷ്യാരംഭം മുതൽ തലമുറയുടെ നിർമ്മിതിക്കും വ്യാപനത്തിനും നിയതമായ മാർഗമായി എല്ലാ ദർശനങ്ങളും പഠിപ്പിക്കുന്നതാണ് വിവാഹം. വിവാഹത്തോടുകൂടെ രണ്ട് അന്യ വ്യക്തികൾ മാത്രമല്ല, കുടുംബവും സമൂഹവും ഗോത്രവും ഒക്കെ ഒന്നായിത്തീരുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഗർഭധാരണത്തിനും അതുവഴി സന്താനോൽപാദനത്തിനും അങ്ങനെ മനുഷ്യ സമൂഹം ലോകത്താകെ വ്യാപിക്കുന്നതിനും വർദ്ധിക്കുന്നതിനും ലൈംഗികമായ ബന്ധം അനിവാര്യമാണ്. അങ്ങനെയാണ് സൃഷ്ടികളെ അല്ലാഹു സംവിധാനിച്ചത്. ഈ ഒരു ലൈംഗിക ബന്ധത്തിന് അല്ലാഹു എല്ലാ വർഗങ്ങൾക്കും എല്ലാ ജീവികൾക്കും അവരുടേതായ ചില ആകർഷണങ്ങൾ നൽകും. പല ജന്തുവർഗങ്ങളിലും ഇണയെ ആകർഷിക്കാൻ വേണ്ടി നല്ല പാട്ട് പാടും, നൃത്തം വയ്ക്കും. ആ ബന്ധം തന്നെ പ്രത്യേകമായൊരു ആസ്വാദനം, ഒരു താല്പര്യജനകമായ അനുഭൂതിയായി അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ചില താല്പര്യങ്ങളും അതുകൊണ്ടുള്ള ചില ആനന്ദങ്ങളും ഇല്ലെങ്കിൽ ലൈംഗികമായ ബന്ധത്തിന് മനുഷ്യനെന്നല്ല ജീവജാലങ്ങൾ തന്നെ തയ്യാറെടുക്കൂല, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ. ഈയൊരു പ്രവൃത്തി മുഖേന ഗർഭം ധരിക്കുന്നതും ഗർഭകാലത്തുണ്ടാകുന്ന വിഷമങ്ങളും പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയിൽ വഹനൻ അലാ വഹൻ, പ്രയാസത്തിനുമേൽ പ്രയാസമായിട്ടാണ് സ്ത്രീ ഗർഭം ധരിക്കുന്നത്. പിന്നീടുള്ള പ്രസവവും അനുബന്ധമായ ബുദ്ധിമുട്ടുകളും കുഞ്ഞുങ്ങളെ വളർത്തലും നമ്മൾ യുക്തിപരമായി നോക്കിയാൽ അതൊരു വിഷമം തന്നെയാണ്, പ്രയാസം തന്നെയാണ്. പിന്നെ എന്തിനാണ് ഒരു വിഭാഗം അതിന് തയ്യാറെടുപ്പ് നടത്തുന്നത്? ഒന്ന്, ഈ മാനവ സമൂഹത്തോടുള്ള പ്രതിബദ്ധത മൂലം. ഇത് ചില്ലകളായി വർദ്ധിച്ചു വരണം. പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇന്റെ 1-ാമത്തെ വചനത്തിൽ ആദ്യ മനുഷ്യനെ കുറിച്ചും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായ ഇണയെക്കുറിച്ചും പിന്നെ ആ ദമ്പതികളിൽ നിന്ന് നിരവധിയായ സ്ത്രീകളും പുരുഷന്മാരും രൂപപ്പെടുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അതൊരു വലിയ അനുഭൂതിയായി അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ ചില പഠനങ്ങളനുസരിച്ച് സെക്സ് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണ്. സെക്സിൻ്റെ അനുബന്ധമായുള്ള കൂടുതൽ ബുദ്ധിമുട്ടും അവർക്ക് തന്നെയാണ്. ഇതെല്ലാ ജീവിവർഗങ്ങളിലും അങ്ങനെയാണ്. മനുഷ്യൻ്റെ കാര്യം ആലോചിച്ചാൽ ഇന്ന് പഠനവിധേയമായ ജന്തുവർഗങ്ങളിൽ ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്നത് മനുഷ്യ സ്ത്രീയാണ്. ആപേക്ഷികമായി അവരുടെ ശരീരത്തോട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഏറ്റവും വലിയ കുട്ടിയെ പ്രസവിക്കുന്നത് മനുഷ്യ സ്ത്രീയാണ്. 250-300 കിലോ വലുപ്പം വരുന്ന കങ്കാരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിന് 3 ഗ്രാമായിരിക്കും തൂക്കം. ഒരു സ്പൂണിൽ കൊള്ളും. നമുക്ക് അത്ഭുതം തോന്നും. കണ്ണിൻ്റെ സ്ഥാനത്തൊരു ഡോട്ടുണ്ടാകും, ഒരു ചെറിയ കൈ പോലത്തെ സാധനം ഉണ്ടാകും. പ്രസവത്തിൻ്റെ മുന്നോടിയായി അമ്മ കങ്കാരു അതിൻ്റെ ആ റീപ്രൊഡക്ഷൻ മേഖല മുതൽ പ്രത്യേകമായ ആ ബാഗ് വരെയും ഉമനീര് കൊണ്ട് നനച്ചിടും. ഒരു ലൈന് പോലെ, ഒരു പാത പോലെ. പ്രസവിക്കപ്പെടുന്ന കുഞ്ഞു കങ്കാരുക്കുട്ടി ആ ഒരു ലൈനിൽ അള്ളിപ്പിടിച്ച് ബാഗിലേക്ക് എത്തുന്നു. പിന്നീടുള്ള വളർച്ചയൊക്കെ അവിടെയാണ്. പരിണാമപരമായി വിശദീകരിക്കാൻ പറ്റാത്തൊരു അത്ഭുതമാണ് കങ്കാരുവിൻ്റെ ജന്മം. കൂടുതൽ വിശദീകരിച്ചാൽ നമ്മുടെ സമയം അതിലേക്ക് മാറിപ്പോകുമെന്ന് ഞാൻ ഭയക്കുകയാണ്. വലിയ കുട്ടി ആ ബാഗിലുണ്ടാകും. ആ കുട്ടി ചാടാനും കുതിക്കാനും തല പുറത്തേക്കിടാനും ഒക്കെ പ്രായമായിട്ടുണ്ടാകും. അതേസമയത്ത് തന്നെ ഈ കുഞ്ഞു കങ്കാരുക്കുട്ടി എത്തും. വലിയ കുട്ടിയുടെ പ്രഹരമേറ്റ് കുഞ്ഞു കങ്കാരുക്കുട്ടിക്ക് ജീവനഷ്ടം വരാതിരിക്കാൻ പ്രത്യേകമായൊരു ഡിവൈഡർ വരും. അതിലേറെ വലിയ അത്ഭുതം, കുറേ വലുപ്പം വെച്ച കുട്ടിക്ക് നല്ല ഹാർഡായ പാല് കിട്ടണം. അതിന് അങ്ങനത്തെ ഒരു നിപ്പിളിലൂടെ നല്ല കട്ടിയുള്ള പാല് കിട്ടും. എന്നാൽ 3 ഗ്രാം മാത്രം പ്രായമുള്ള കനമുള്ള ഒരു ചെറിയ സ്പൂണിൽ കൊള്ളുന്ന കുഞ്ഞു കങ്കാരുക്കുട്ടിക്ക് അത്ര സ്ട്രോങ് ആയ കട്ടിയുള്ള പാല് പറ്റൂല. ഒരേ സമയത്ത് ആ കങ്കാരുക്കുട്ടിൻ്റെ വായയിലേക്ക് ചെറിയ സിറിഞ്ച് പോലത്തെ മുലക്കണ്ണിലൂടെ നിപ്പിളിലൂടെ ഡയലൂട്ടായ നേർപ്പിച്ച പാലും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഞാൻ പരിണാമ സംബന്ധമായി അത് വിശദീകരിക്കാൻ കഴിയില്ല എന്ന് പറയണത്. നേരെ മറിച്ച് മനുഷ്യക്കുഞ്ഞ് ഏറ്റവും വലിയ കുട്ടിയായിട്ടാണ് ജനിക്കുന്നത്. ഇതൊരു സ്ത്രീ സഹിക്കണമെങ്കിൽ മതം അവർക്ക് വാഗ്ദാനം ചെയ്യുന്ന പരലോകത്ത് വലിയ പുണ്യങ്ങളുണ്ട്. അതൊരു വശം. അതൊന്നും അംഗീകരിക്കാത്ത ആളുകളും പ്രസവത്തിന് തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ലൈംഗിക ബന്ധത്തെ അത്തരം ആമോദജനകമായ ആനന്ദകരമായൊരു സംവിധാനമായി പടച്ചുറബ് ചെയ്തു വെച്ചതുകൊണ്ടാണ്. ഈ ലൈംഗിക ബന്ധത്തെ നിയതമായ രീതിയിൽ സമൂഹം കണക്കാക്കുന്നത് വിവാഹം വഴിയാകുന്നു. അതെല്ലാ സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്. വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും രീതികളും ഉണ്ടാവും എന്നുള്ളത് കാര്യം. പരിശുദ്ധ ഇസ്ലാം വിവാഹത്തിന് വലിയ മഹത്വം നൽകുന്നു, എന്നല്ല പ്രോത്സാഹനവും നൽകുന്നു. ജീവിത വിജയം നേടണമെങ്കിൽ ഇത്തരം ആനന്ദങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കണമെന്ന് വരണ്ട ദർശനം പരിശുദ്ധ ഇസ്ലാമിനില്ല. അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിലൊരു ബന്ധവും പാടില്ല. എല്ലാവരും വെറും നിരാശിതരായി മാറണം. മനുഷ്യരുമായി ബന്ധപ്പെട്ട ആനന്ദങ്ങളൊന്നും സ്വീകരിച്ചുകൂടാ. അങ്ങനെ കുറേ ആളുകളെ നമ്മളിപ്പോൾ പേപ്പറിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇസ്ലാം ഒരിക്കലും സംവിധാനിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നേ ഇല്ല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ക്രമം പഠിക്കാൻ വേണ്ടി ചില സഹാബി വര്യന്മാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ സമീപിക്കുന്നത്. ഓരോരുത്തരും ഓരോന്നും പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ അവർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നോമ്പുണ്ട് ചില ദിവസങ്ങളിൽ നോമ്പില്ല. രാത്രി കുറേ നിസ്കരിക്കുന്നുണ്ട്, കുറേ സമയത്ത് ഉറങ്ങുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ തൻ്റെ ഭാര്യമാരെ സമീപിക്കാറുണ്ട്, അവരോടൊപ്പം ശയിക്കാറുണ്ട്. ഇതൊക്കെ നബിക്കാവാം, കാരണം സ്വർഗം ഉറപ്പുണ്ട്. ഒന്നാമതായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതും ഒന്നാമതായി പുനരുത്ഥാനം സംഭവിക്കുന്നതൊക്കെ ഹബീബായ നബി തങ്ങൾക്കാണ്. അപ്പം നബിക്കതൊക്കെ പറ്റും. പക്ഷെ നമ്മളങ്ങനല്ല. ഓരോരുത്തരും ഓരോ പ്രതിജ്ഞ എടുത്തു. ഇനി ഞാൻ കല്യാണം കഴിക്കൂല, കാരണം കുട്ടിയും മക്കളും ഒക്കെ ആവുമ്പോൾ ആരാധനയ്ക്ക് സമയം കിട്ടാതെ വരും. ഇനി എല്ലാ ദിവസവും എനിക്ക് നോമ്പായിരിക്കുമെന്ന് കൂട്ടത്തിൽ ഒരാൾ പ്രതിജ്ഞ എടുക്കുന്നു.
മറ്റൊരാൾ നേരം വെളുക്കുവോളം ഒരുപോലെ കണ്ണടക്കാതെ ഞാൻ നിസ്കരിച്ചുകൊണ്ടേയിരിക്കും, തീരെ ഉറങ്ങൂലെന്ന് പ്രതിജ്ഞ എടുക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതറിയുന്നു. ഒരു നിസ്കാരാനന്തരം എഴുന്നേറ്റ് നിന്ന് അവിടുന്ന് ഇതൊന്നും നമ്മുടെ രീതിയല്ലെന്ന് പ്രഖ്യാപിക്കുന്നു. കുറേ ആളുകൾ ഇങ്ങനെയൊക്കെ തീരുമാനമെടുത്ത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ രീതിയല്ല. അവിടുന്ന് വളരെ ഗൗരവത്തിൽ പറഞ്ഞു, ഞാൻ അക്രമക്കും വാത്തുക്കാക്കും, ഞാനാണ് നിങ്ങളിൽ കൂടുതൽ ഭയഭക്തിയുള്ളയാൾ. ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, പല ദിവസങ്ങളിൽ നോമ്പെടുക്കാതിരിക്കുന്നുണ്ട്. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, പലപ്പോഴും കടന്നുറങ്ങുന്നുണ്ട്. ഞാൻ എൻ്റെ ഭാര്യമാരോടൊത്ത് ക്ഷയിക്കാറുണ്ട്. ഇതൊക്കെ അള്ളാഹു നമുക്ക് അനുവദിച്ച് തന്നതും നമ്മളൊക്കെ ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്തേണ്ടതുമാണ്. ഇതിന് വിരുദ്ധമായ വരണ്ട ജീവിതം കല്യാണം കഴിക്കാനേ പാടില്ല. അത് വിശുദ്ധിക്ക് വിരുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകൾ. ലോകാടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങൾ കന്യാസ്ത്രീകളാണെന്നും പറഞ്ഞിട്ട് ഈ വിവാഹം, ആനന്ദം, അതിൻ്റെ അനുബന്ധമായ ദാമ്പത്യ ജീവിതം ഇതൊന്നും ആസ്വദിക്കാൻ പറ്റാതെ കർത്താവിൻ്റെ മണവാട്ടികളാണെന്നും പറഞ്ഞ് നടക്കുന്നു. ഇതൊന്നും പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നേ ഇല്ല. അപ്പോൾ മതങ്ങളാവട്ടെ ആദർശങ്ങളാവട്ടെ ഇത്തരം ഈ ഒരു ബന്ധത്തെ നിർണയിക്കുന്നത് വിവാഹം വഴിയാണ്. പരിശുദ്ധ ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അൽഖമ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ ഹബീബായ നബി തങ്ങളുടെ കൂടെയായിരുന്നു. കുറേ യുവാക്കൾ ആ സമയത്ത് നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, യാ മാശറ ശബാബ്, യുവാക്കളെ, മനിസ്തതാ അൽ ബാഅത ഫല്യതസവ്വജ്, നിങ്ങളിൽ നിന്ന് ആർക്കാണ് ചെലവ് കൊടുക്കാനും ഭാര്യയെ സംരക്ഷിക്കാനും ഒക്കെ കഴിവാകുന്നത് അവർ കല്യാണം കഴിക്കട്ടെ. ഫഇന്നഹു അഗ്ളു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്, എന്തുകൊണ്ടെന്നാൽ അത് നിങ്ങളുടെ കണ്ണിനെ സംരക്ഷിക്കും, അന്യ സ്ത്രീകളെ നോക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും, നിങ്ങളുടെ ലൈംഗിക ഭാഗങ്ങളെ അത് മാന്യമായിട്ട് നിലനിർത്തും. അന്യ സ്ത്രീകളുമായി അന്യ രീതിയിലുള്ള വിരുദ്ധമായ രീതിയിലുള്ള ലൈംഗിക സംഗതികൾക്കൊന്നും പിന്നെ നിങ്ങൾക്ക് പോകേണ്ടി വരില്ല സ്വന്തമായി ഭാര്യ ഉണ്ടാകുമ്പോൾ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ഒരു സംഗതി നിർവഹിക്കണമെന്നും, ആർക്കെങ്കിലും ഭാര്യയെ സംരക്ഷിക്കാൻ പറ്റാത്ത വിധം ദാരിദ്ര്യമോ മറ്റോ ഉണ്ടെങ്കിൽ തൽക്കാലം ആ പെണ്ണിനെ വിഷമിപ്പിക്കരുത്, നോമ്പെടുത്തുകൊണ്ട് നിങ്ങളുടെ വൈകാരികമായ ആവശ്യങ്ങൾ ശമിപ്പിക്കണമെന്നും മഹാനായ ഇമാം ബുഖാരി തങ്ങളടക്കം പല പല ഹദീസിൽ പണ്ഡിതന്മാരും ഉദ്ധരിക്കുന്ന വിശുദ്ധമായൊരു വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പെണ്ണിനെ സംരക്ഷിക്കാനുള്ള സംഗതികളൊക്കെ ഒത്തുവന്നാൽ നിക്കാഹ് കഴിച്ചിരിക്കണം, കല്യാണം കഴിച്ചിരിക്കണം. കല്യാണത്തിന് ഇസ്ലാം ചില ഷർത്തുകളും നിബന്ധനകളൊക്കെ വെക്കുന്നുണ്ട്, സ്വാഭാവികം മാത്രം. കല്യാണം കഴിക്കുന്ന പെണ്ണിൻ്റെ രക്ഷിതാവായിട്ടുള്ള ഒരാൾ ഇത് നിർവഹിച്ചു കൊടുക്കണം. പിതാവ്, പ്രപിതാവ്, സഹോദരൻ, അല്ലെങ്കിൽ പിതാവിൻ്റെ സഹോദരൻ, അങ്ങനെ പലരും. അപ്രകാരം ഈ വിവാഹമെന്ന ഉടമ്പടി സ്വീകരിക്കാൻ ഭർത്താവ് വേണം, സാക്ഷികൾ വേണം. അങ്ങനെ സാക്ഷികളും സംവിധാനങ്ങളൊക്കെ ഒരുക്കി അള്ളാഹുവിൻ്റെ പേരിൽ ആണയിട്ട് നടത്തുന്ന ഒരു പ്രത്യേകമായ ബന്ധത്തിൻ്റെ പേരാണ് വിവാഹം. അതുകൊണ്ട് തന്നെ അത് വിശുദ്ധമാണ്. നമ്മളൊക്കെ വിശുദ്ധിയെ തന്നെയാണ് പരിഗണിക്കേണ്ടത്. മക്കൾക്കൊക്കെ കല്യാണാലോചന നടത്തുന്നവരും കല്യാണം കഴിക്കാൻ സമയമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ വന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സാധാരണഗതിയിൽ 4 കാര്യങ്ങൾക്ക് സ്ത്രീ കല്യാണത്തിന് വിധേയാവാറുണ്ട്. ലിമാലിഹ, സമ്പത്ത് കരുതിയിട്ട്, വലി ഹുസ്നിഹ, വലി ജമാലിഹ, വലി ഹസബിഹ, അവരുടെ തറവാടിൻ്റെ മേന്മയൊക്കെ പരിഗണിച്ചിട്ട് കല്യാണം നടത്താറുണ്ട്. അപ്രകാരം പെണ്ണിൻ്റെ സൗന്ദര്യം നോക്കിയിട്ട്, വലി ദീനിഹ, അവരുടെ മതം നോക്കിയിട്ടും കല്യാണം നടക്കാറുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഫൽഫർ ബിദാത്തിദ്ദീൻ. സാധാരണഗതിയിൽ ഈ ആവശ്യങ്ങൾക്കൊക്കെ കല്യാണം നടക്കാറുണ്ടെങ്കിലും നിങ്ങൾ ദീനുള്ള പെണ്ണിനെ, സ്ത്രീയെ, പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് വിജയം നേടണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പോൾ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയിൽ, നമ്മുടെ കുട്ടിയെ കെട്ടിക്കുന്ന ഭർത്താവാകാൻ പോകുന്നയാളിൽ, യുവാവിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നമ്മൾ കാണേണ്ടത് ദീനാണ്, ധാർമ്മികതയാണ്, അവരുടെയൊക്കെ ജീവിതത്തിലുള്ള മതബോധമാണ്. അതില്ലെങ്കിൽ തലമുറ നശിക്കും. അതാണ് പ്രശ്നം. നമ്മുടെ മക്കൾ നമ്മുടേതായി വളരണമെങ്കിൽ, ദീനിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ, അവരെ സംരക്ഷിക്കുന്ന, അവർക്ക് അമ്മിഞ്ഞ നൽകുന്ന, അവർക്ക് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന അവരുടെ ഉമ്മയാകുന്ന ഭാര്യ കൃത്യമായി ദീനി ബോധമുള്ളവളാവണം.
അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ദീനിനാണ്. അപ്പോൾ കല്യാണ സംബന്ധമായി വിശുദ്ധമായൊരു സംഗതിയാണിത്. ഇതിൻ്റെ ആദാബുകൾ, ഇതിൻ്റെ സുന്നത്തായ കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ നമുക്ക് നേരം പോരാ. പള്ളിയിലായിരിക്കൽ സുന്നത്തുണ്ട് നിക്കാഹ്, വെള്ളിയാഴ്ച രാവിലെ ആയിരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആളുകളെയൊക്കെ അതിൽ പങ്കെടുപ്പിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട്? തികച്ചും അന്യരായിരുന്ന രണ്ടുപേർ പിന്നീട് ഒന്നിച്ച് നടക്കുകയാണ്, ഒന്നിച്ച് വാഹനത്തിൽ കയറുകയാണ്, ഒന്നിച്ച് സംസാരിച്ച് നിൽക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. ഇവരുടെ കല്യാണം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് കല്യാണം പരസ്യമാക്കണമെന്നാണ് മതത്തിൻ്റെ ശാസന. അപ്പോഴേ അറിയുള്ളൂ. കാരണം ഇതുവരെ അന്യരായിരുന്ന രണ്ടുപേർ ഒന്നിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ആളുകൾ തെറ്റിദ്ധരിക്കും. അത് വരാതിരിക്കാൻ നിക്കാഹ് ചടങ്ങ്, കല്യാണ ചടങ്ങ് പലരും അറിയും വിധത്തിലേക്ക് അത് സംവിധാനിക്കേണ്ടതുണ്ട്. അതിൻ്റെ നിബന്ധനകളെക്കുറിച്ചും അതിൻ്റെ ഷർത്തുകളും അതിൻ്റെ സുന്നത്തുകളും ആദാബുകളും ഒക്കെ പറഞ്ഞാൽ നമ്മുടെ സമയം കുറേ പോയി പോകും. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോളാവട്ടെ മോനാവട്ടെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിങ് നടക്കാൻ പോവുകയാണ്. അതുവരെ കുട്ടിത്തമായിരുന്നു, യുവത്വമായിരുന്നു, ബാധ്യതകളില്ലായിരുന്നു, സ്വന്തമായി ജീവിച്ചാൽ തന്നെ കാര്യങ്ങൾ നടക്കുമായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല. രണ്ടുപേർക്കും ബന്ധം കൂടുന്നു, രണ്ടുപേർക്കും ബാധ്യതകൾ ഉണ്ടാകുന്നു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിങ് നടക്കുമ്പോൾ അത് മതപരമായിരിക്കണമെന്ന് നമ്മൾ കൃത്യമായി നിഷ്ഠ വെക്കണം. ആ പെൺകുട്ടിയുടെ ജീവിതം അന്ന് പ്രത്യേകമായ രൂപത്തിലേക്ക് മാറുമ്പോൾ അത് ഹറാമ് നിറഞ്ഞുകൊണ്ടാകാൻ പാടില്ല, ആരും പ്രയാസപ്പെടാൻ പാടില്ല. ഇന്നത്തെ കല്യാണം പല പ്രമുഖരുടെ വീട്ടിൽ പോലും മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആർഭാടങ്ങളായി മാറുന്നു, മതവിരുദ്ധമായി തീരുന്നു. അന്യ സ്ത്രീയും പുരുഷനുമുള്ള സങ്കലനവും ഡാൻസും കുത്തും പാട്ടും ഒക്കെ നടക്കുന്നു. ഇത് മതത്തോട് നടത്തുന്ന ദ്രോഹം മാത്രമല്ല, സ്വന്തത്തോട് നടത്തുന്ന ബുദ്ധിമുട്ടിക്കൽ മാത്രമല്ല, ഈ കുട്ടിയുടെ മകളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ അശുഭമായിട്ടാണ് അത് സംഭവിക്കുക. വേറെ കുറേ ട്രെൻഡുണ്ട്. പെൺകുട്ടിയെ ഡിസ്പ്ലേക്ക് വെക്കുക, വിവിധ രീതിയിലുള്ള അലങ്കാരങ്ങൾ നടത്തിയിട്ട് പുട്ടിയിട്ട് പെയിൻ്റടിച്ച് അതിനുവേണ്ടി സ്പെഷ്യൽ സംഘത്തെ കൊണ്ടുവന്ന്, പ്രൊഫഷണലിസ്റ്റുകളെ കൊണ്ടുവന്ന് സിനിമയിലും സീരിയലുമൊക്കെ സ്ത്രീകളെ ഒരുക്കി തയ്യാറാക്കുന്ന ആ ടീമിനെയൊക്കെ കൊണ്ടുവന്ന് പെൺകുട്ടിയെ ചമയിച്ചൊരുക്കി കല്യാണത്തിൻ്റെ അന്ന് മുഴുവനും തലേ രാത്രിയും തലേന്നൊക്കെ ഡിസ്പ്ലേക്ക് വെക്കുക. ഇത്തരം അലങ്കാരങ്ങളെല്ലാം വാരി തേച്ചത് കൊണ്ട് കുട്ടിക്ക് നിസ്കരിക്കാൻ പറ്റൂല, ഒളു എടുക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ എല്ലാ വഖ്ത് നിസ്കാരവും ഖളാ ആകുന്നു. ഒന്ന്. രണ്ടാമത്തെ, ഡിസ്പ്ലേക്ക് വെച്ച പെൺകുട്ടിയോടൊപ്പം ചേർന്ന് നിന്ന് പലരും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നു. അത് KG ഗ്രൂപ്പ് മുതൽ അവിടെ നിന്ന് തുടങ്ങണം. 4ാം ക്ലാസ്സിലെ ഗ്രൂപ്പ്, 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പ്, ഒപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഗ്രൂപ്പ്. സിംഹാസനം പോലെയുള്ള കസേരയിൽ പെൺകുട്ടിയെ ഇരുത്തിയിട്ട് 2 സൈഡിലും അന്യ ആണുങ്ങളുണ്ടാകുന്നു. ഒപ്പം പഠിച്ചു. ഇത് ഇത്തരം തോന്നിവാസങ്ങൾ അനുവദിക്കാനുള്ള മാർഗമാണോ? അല്ല. ബന്ധുക്കളാണ്, പക്ഷേ മഹറമല്ല. അവരോടൊപ്പം പെൺകുട്ടിക്ക് നിൽക്കാൻ പറ്റുമോ? അതിൻ്റെ ഒക്കെ പുറമെ 4ഉം 5ഉം പേർ ഇതുപോലെ ലൈറ്റൊക്കെ ഇങ്ങനെ വെച്ച് ക്യാമറയ്ക്ക് ബോസ് ചെയ്യാൻ പെൺകുട്ടിയെ അങ്ങോട്ട് നിർത്തി ഇങ്ങോട്ട് നിർത്തി വ്യത്യസ്ത ആംഗിളിലേക്ക് മാറ്റിപ്പിടിച്ച് സൈഡിലൂടെ മുന്നോട്ടെടുത്ത്, പിന്നെ ചിലപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, ഈ പ്രതിശ്രുത വരം വന്ന് തോള് കൈ വെച്ച് വട്ടം ചുറ്റിച്ച് പരമാവധിക്കപ്പുറം തോന്നിയാസം കൊണ്ട് നിറച്ചിട്ട് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കളങ്കത്തിലാക്കുന്നു. നമ്മൾ ഒരിക്കലും സമ്മതിക്കാൻ പറ്റൂല. ഈ ബന്ധങ്ങളാണ് പിന്നീട് ആത്മഹത്യയിലേക്ക് എത്തൽ. മതം മാറി നിൽക്കുന്ന വിവാഹ ചടങ്ങുകളിൽ ഒരു നിലക്കുമുള്ള അനുഗ്രഹം നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അത് ആത്മഹത്യയിലെത്തും. നമ്മുടെ ഒരു ധാരാളിത്തം മാത്രം നമുക്ക് ലക്ഷ്യം വെക്കാൻ പറ്റുമോ? അന്യൻ്റെ ഒരു വിഷയത്തിലും നമുക്ക് യാതൊരു ബാധ്യതയും ഇല്ലാന്ന് തീരുമാനിക്കാൻ പറ്റുമോ? ഇന്ന് കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതല്ലേ? ജനുവരി മാസത്തിൽ മാത്രം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഫലമായി 10ഓളം കൊലപാതകം നടന്നു നമ്മുടെ കേരളത്തിൽ. അതിൽ ഉമ്മയെ കൊന്നവനുണ്ട്, അച്ഛനെ ചവിട്ടിക്കൊന്നവനുണ്ട്, വൃദ്ധരായ മാതാപിതാക്കളെ വീട്ടിൽ പുറത്തേക്ക് ലോക്ക് ചെയ്തിട്ട് തീ കൊടുത്തു കൊന്നവൻ പോലുണ്ട്. എത്ര നിഷ്ഠൂരൻ! നമ്മുടെ കാര്യം മാത്രം സമ്പത്ത് കിട്ടണം. മാതാപിതാക്കൾ ഒരാൾക്ക് 95, ഒരാൾക്ക് 80, 89, പക്ഷെ മരിക്കണില്ല. മൂപ്പരാൾക്ക് ഇവരൊന്ന് കൊന്നിട്ട് വേണം
ഈ സമ്പത്തൊക്കെ കൈക്കലാക്കാൻ. പുറത്തേക്ക് പൂട്ടിയിട്ട് തീ കൊടുത്തി കൊല്ലുമ്പോൾ അതിനകത്ത് അവർ നടത്തിയ ആ ബേജാറൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഓരോ വാതിലിൻ്റെയും ജനലിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് തുറക്കാൻ ശ്രമിക്കുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം നടക്കുന്നു. മറ്റൊരുത്തനോടൊരു ബാധ്യതയില്ലാത്ത വിധം ഞാനും എൻ്റെ പിള്ളേരും എന്നുള്ള ലെവലിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. 26-ാം നിലയിൽ നിന്ന് ചാടിയിട്ടാണ് എറണാകുളത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത്. എന്തായിരുന്നു കാര്യം? റാഗിങ്. എന്ത് റാഗിങ്? സീനിയർ വിദ്യാർത്ഥികൾ കൊണ്ടുപോയി കക്കൂസിൽ കയറ്റി ആ കുട്ടിയുടെ മുഖം ക്ലോസറ്റിലേക്ക് അമർത്തിപ്പിടിച്ച് ഫ്ലഷ് അടിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചു എന്നാലും തെറ്റിദ്ധരിക്കരുത്, കമന്റ് എഴുതാൻ നിൽക്കരുത്. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ എന്തോ ഒരു ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ 10-20 പേർ ചേർന്ന് വലിയ വടി കൊണ്ടും പട്ടിക കൊണ്ടും ഈ കമ്പിയുടെ നീണ്ട കഷ്ണം കൊണ്ടും അടിച്ചു കൊല്ലുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യനത് സാധിക്കുന്നത്? രക്ഷപ്പെടാൻ അനുവദിക്കാതെ ചുറ്റുപക്കത്തിൽ നിന്നും അവനെ ഉന്നം വെച്ച് എന്ത് ശക്തമായ അടിയാണ് കൊടുക്കുന്നത്. ഒരാളെ കുറേ ആളുകൾ ചേർന്നിട്ട്. നമ്മളെയൊക്കെ നമ്മളല്ലാതെ മറ്റാരൊക്കെ നിയന്ത്രിക്കുന്നത് ഭയപ്പെടണം. നമ്മുടെ കല്യാണം നമ്മൾ നിയന്ത്രിക്കണം. നമ്മുടെ കുട്ടികളെ നമ്മളാണ് ഒരുക്കേണ്ടത്. അവരോടൊപ്പം ആരൊക്കെ നിൽക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഏതൊക്കെ രീതിയിലാണ് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യേണ്ടത്, ആ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ തന്നെ ഗുണം എന്താണെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. വിവാഹത്തിൻ്റെ അനുബന്ധമായി നടക്കുന്ന വികൃതികളുമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ അപ്പുറമുള്ള തോന്നിയാസങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കള്ളൻഷാപ്പിലേക്ക് സ്വാഗതമൊന്നും പറഞ്ഞിട്ട് വലിയ ബാനർ വെച്ചിട്ട് പുതിയാപ്പിള പോകുന്നതിനെ കുറിച്ച് ഞാൻ പറയണില്ല. ട്രാക്ടറിലും JCBയിലും യുവാവിനെയും യുവതിയെയും ഇരുത്തിയിട്ട് കല്യാണക്കളി കളിക്കുന്നതിന് ഞാൻ തൽക്കാലം പറയണില്ല. കള്ള കുടിച്ചു വന്നിട്ട് ഫാനിന്റെ മുകളിൽ മുളക് പൊടി നിറച്ച് വിതറി വെച്ച് വീട്ടുകാർ ആ മണിയറയിലേക്ക് കയറിയിട്ട് ഫാൻ ഇടുന്ന സമയത്ത് മുളക് പൊടി ആകെ പരന്ന് കല്യാണപ്പരയിൽ കൂട്ടത്തുമ്മലും കണ്ണരിച്ചലും ഉണ്ടാക്കുന്ന വിവാഹ കോപ്രായങ്ങളെ കുറിച്ച് തൽക്കാലം നമുക്ക് പറയേണ്ടതില്ല. എയർഹോളിലൂടെ വെള്ളമടിച്ച് അന്ന് സംവിധാനിച്ച കുറേ ബൾബുകളും അതിൻ്റെ പ്രത്യേകമായ കേബിളുകളിലും വെള്ളം നനഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും ആദ്യ ദിവസം ഷോക്കേറ്റ് പിടയുന്ന വിവാഹ ധൂർത്തിനെയും ആഭാസത്തെയും കുറിച്ച് തൽക്കാലം നമുക്ക് പറയണ്ട. ഇതല്ല നമ്മുടെ വിവാഹം. ഇങ്ങനെ ആവരുത് നമ്മുടെ വിവാഹം. തൻ്റെ ഇടമുള്ളവർ ഒരുമിച്ച് കൂടണം. അജാതി ആഭാസങ്ങളുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാലൊടിച്ചു വിടുമെന്ന് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കണം. എല്ലാവരും അലസരായേ പറ്റുമോ? എന്നിട്ട് പറയാം അങ്ങനെയൊക്കെയല്ലേ പുതിയ കാലം എന്ന്. ഒരു കാലത്തും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എല്ലാ മതങ്ങളും ദർശനങ്ങളും ഈ വിവാഹമെന്ന സംവിധാനത്തെ നിലനിർത്തി വരുന്നു. ഹൈന്ദവ ദർശനം അനുസരിച്ച് പല രീതിയിലൊക്കെ വിവാഹം കഴിക്കാൻ പറ്റും. കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല എന്നെനിക്ക് തോന്നുന്നു. അവർ ബ്രഹ്മാവ്, ദൈവം, ആർഷം, പ്രജാപത്യം എന്ന രീതിയിൽ അവർക്ക് വിവാഹമുണ്ട്. ഇത് ഓരോന്നും വിശദീകരിക്കേണ്ടതില്ല. അതല്ലാത്ത രീതിയിൽ മറ്റു ചില വിവാഹങ്ങളുണ്ട്. അസുര വിവാഹം, ഗന്ധർവ വിവാഹം, രാക്ഷസ വിവാഹം, പൈശാച വിവാഹം. ഇതൊക്കെ പല പല രീതിയാണ്. പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഭാര്യയാക്കുന്ന രീതിയുണ്ട്. പെണ്ണിൻ്റെ അച്ഛന് പശുവിനെ ദാനം നൽകിയിട്ട് ഒരു കച്ചവടം പോലെ സ്ത്രീയെ കൊണ്ടുവരുന്ന വിവാഹമുണ്ട്. അതൊന്നുമല്ലാതെ വേദമൊക്കെ ഓതിയിട്ട് ഇന്നൊക്കെ നമ്മൾ കാണുന്ന രീതിയിൽ നിറപറൊക്കെ വെച്ച് അവരിൽ പ്രധാനപ്പെട്ട അവരുടെ ആരാധനയിൽ പ്രധാനപ്പെട്ട അഗ്നിയെ സാക്ഷി നിർത്തിയുള്ള വിവാഹമൊക്കെ ഉണ്ട്. ക്രൈസ്തവ രീതിയിലും കുർബാനയൊക്കെ അർപ്പിച്ച് അവരുടേതായ ആത്മീയതൊക്കെ പാലിച്ചിട്ട് വിവാഹം നടക്കാറുണ്ട്. ഇത്തരം ആത്മീക ചടങ്ങുകൾക്കൊന്നും ന്യൂജൻ വിദ്യാർത്ഥിനികൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്നു. ഏത് മതത്തിലായാലും അവർക്ക് അടിച്ചു പൊളിക്കാനുള്ളൊരു ഇണയെ വേണം. അതിനപ്പുറം വിവാഹം എന്ന ബന്ധം ഒരു ബന്ധനമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇത് പ്രത്യേകം ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ ഇത്തരം താല്പര്യങ്ങളിൽ നിന്ന് അവരെ മാറ്റിയെടുക്കേണ്ടതാണ്. കാരണം വിവാഹത്തിന് പ്രസക്തിയില്ലാത്ത വിധം നാട് ധാർമ്മികമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് പറയണം. വിവാഹത്തിനൊന്നും ഒരു അർത്ഥമില്ലെന്നും ധാർമ്മികതയ്ക്കൊന്നും ഒരു പ്രസക്തിയില്ലെന്നും വ്യഭിചാരം അത്ര മോശമൊന്നുമല്ലെന്നും പഠിപ്പിക്കുന്ന പല 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 മതവിരുദ്ധരുമുണ്ട് നമ്മുടെ കേരളത്തിലും
ഇത്തരം ആളുകൾ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു അന്യനോടൊപ്പം തൽക്കാല ലൈംഗിക ആവശ്യ ശമനത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ശൈലിയാണ് പൊതുവെ പാലിച്ചു വരുന്നത്. അതിൻ്റെ അനർത്ഥങ്ങൾ നിരവധിയാണ്. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന സുരക്ഷിതത്വം നഷ്ടപ്പെടുന്നു. സ്ത്രീക്ക് പിന്നെയും പിന്നെയും ബാധ്യത വരുന്നു. കുട്ടിയെ സംരക്ഷിക്കേണ്ടതും പ്രസവിക്കേണ്ടതും അനുബന്ധമായ എല്ലാ സംഗതികളും സ്ത്രീ സ്വന്തമായി സഹിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ചിലയിടങ്ങളിലൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയും ലിവിങ് ടുഗദർ നടത്തുമ്പോൾ കരാറിൽ ഏർപ്പെടണം എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ അത് വിവാഹം തന്നെയായി. ലിവിങ് ടുഗദർ നടത്തുമ്പോൾ കരാറിൽ ഏർപ്പെടണം. ഈ വിവാഹത്തിന്റെ ഭർത്താവിന്റെ സ്ഥാനത്താവണം ലിവിങ് ടുഗദറിലെ പുരുഷൻ. എന്നിട്ട് അയാളുടെ സ്വത്തിൽ ഈ സ്ത്രീക്ക് കൂടെ അവകാശം വേണം. ചില പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ചില സ്റ്റേറ്റുകളിലൊക്കെ, ഏക സിവിൽ കോഡിന്റെ ഭാഗമായിട്ട്. അവരൊക്കെ ലിവിങ് ടുഗദറിനെ ഒരു വിവാഹം പോലെ പരിഗണിച്ചിട്ട് ആ രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അതൊരു വിവാഹം പോലെയായിത്തീരുന്നു. സത്യത്തിൽ ഇവർ കൊതിക്കണത് അങ്ങനെയല്ല. ഇഷ്ടമുള്ള ആളോടൊപ്പം ഇഷ്ടമുള്ള കാലം ജീവിക്കണം. അത് കഴിഞ്ഞ് രണ്ടുപേർക്കും വേറെ ഇഷ്ടമുള്ള ആളുകളെ സ്വീകരിക്കാൻ പറ്റും. ഇതാണ് ലിവിങ് ടുഗദർ. യൂറോപ്പിലൊക്കെ അത് വല്ലാതെ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ജാരസന്താനങ്ങളുടെ വലിയ പ്രതിസന്ധിയുമുണ്ട്. മുമ്പൊരിക്കൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. 4,80,00,000 ചില്ലാനം ജാരസന്താനങ്ങളുടെ അമേരിക്കയിൽ മാത്രം. 40-40 കോടി ജനങ്ങൾ മാത്രമുള്ളൊരു രാജ്യമാണത്. നമ്മുടെ ഇന്ത്യയുടെ മാതിരി 150 കോടി ജനങ്ങളൊന്നുമില്ല. അവരുണ്ടാക്കുന്ന ധാർമ്മിക പ്രതിസന്ധി, അവരുണ്ടാക്കുന്ന സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധി വിശദീകരിക്കുന്ന പുസ്തകങ്ങളുണ്ട്. ഫാദർലെസ് അമേരിക്ക, തന്തയില്ലാത്ത അമേരിക്ക എന്നാണ് ബെസ്റ്റ് സെല്ലറായ ഒരു പുസ്തകമാണ്. ലണ്ടനിലെ 25%-ലേറെ, ഏകദേശം 30% വരുന്ന അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ആരാണെന്ന് അറിയില്ലെന്നാണ്. ആരാ വളർത്തിയ കുട്ടിനെ? ആരോഗ്യപരമായ പ്രശ്നം ഉണ്ടാവുമ്പോൾ ആരാ സഹായിക്കാനുണ്ടാവുക? ആ കുട്ടിക്ക് വേണ്ടി ഒന്ന് ഉറക്കൊഴിക്കാൻ തൻ്റെ പ്രിയതമൻ കൂടെ വേണ്ടേ? കുട്ടിക്ക് രോഗം ഉണ്ടാവുമ്പോൾ ഒരുപോലെ ആ കുട്ടിക്ക് സംരക്ഷണം നൽകാൻ സ്വന്തമായിട്ട് ഒരാൾ വേണ്ടേ? ഇല്ല. കാര്യം ലിവിങ് ടുഗദർ. അതുകൊണ്ടാണ് ഫാമിലി ജീവിതത്തെ, കുടുംബ ജീവിതത്തെ പരിശുദ്ധ ഇസ്ലാം ധാരാളമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുർ റൂമിന്റെ 20 മുതൽ 25 വരെയുള്ള 6 വചനങ്ങളിൽ പ്രത്യേകമായൊരു ശൈലിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞിട്ടാണ് ഈ 6 വാക്യങ്ങളും തുടങ്ങുന്നത്. അതിൽ രണ്ടാമത്തേത് നമ്മുടെ മനോഹരമായ കുടുംബജീവിതത്തെയും നമുക്ക് നമ്മിൽ നിന്ന് തന്നെയുള്ള ഇണയെ സംവിധാനിച്ചു തന്നതുമാണ് പറയുന്നത്. അത് അള്ളാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്താണ്. ഈ സമുദായം നിലനിൽക്കണമെങ്കിൽ പ്രസവം നടക്കണം. ഏത് ജന്തുവർഗവും അതിന് സഹായിക്കാൻ വേണ്ടി ഉത്തരവാദിത്വ ബോധമുള്ള ഒരാൾ വേണം. അയാളുടെ പേരാണ് ഭർത്താവ് എന്ന്. നമ്മുടെ ഭാഷയിലാണ് ഭർത്താവ്. അറബിയിലൊക്കെ സൗജ് എന്നാണ് പറയാ, ഇണ എന്നർത്ഥം. സംസ്കൃതത്തിലെ ഭർത്താവിന് ഭരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ എന്നും. അതാണ് മലയാളത്തിലേക്ക് എടുത്ത 2 പദങ്ങൾ. അതൊരു അന്യത്വം നൽകുന്ന പദമാണ്, ഒരാൾക്ക് അധീശത്വം നൽകുന്ന പദമാണ്. ഇസ്ലാമിന്റെ ഭാഷ അങ്ങനല്ല. സൗജ്, സൗജത്ത്, ഇണ, തുണ. ഒരാൾ ഇണ, മറ്റേയാൾ തുണ. അപ്പൊ എപ്പോഴും താങ്ങും തണലുമായി ഇരിക്കാൻ ഒരു ഭർത്താവ് വേണം, കുടുംബജീവിതം വേണം. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു ഈ കുറെ വനിതാ സംഘടനകൾ. ഫെമിനിസ്റ്റുകളൊക്കെ അങ്ങനെയാണ്. ഫെമിനിസത്തിന്റെ 5 വകുപ്പിൽ റാഡിക്കൽ ഫെമിനിസ്റ്റുകളൊക്കെ കടന്നു പറയുന്നുണ്ട് ഈ വിഷയത്തിൽ. ഒരിക്കൽ പോലും വിവാഹം പാടില്ലെന്നും വിവാഹം കൊണ്ടാണ് കുടുംബജീവിതം നയിക്കേണ്ടി വരുന്നതെന്നും കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ സംബന്ധിച്ച് പീഡനമാണെന്നുമാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രചോദിതരായിട്ടാണ് കുറേ പെൺകുട്ടികൾ ഇനി കല്യാണം വേണ്ടാന്ന് തീരുമാനിക്കുന്നത്. അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പണം വേണം, അതിനാവശ്യമായ ജോലിയും കിട്ടണം, ജോലിക്ക് മാത്രം പഠിക്കണം. ഈ പഠിക്കുന്ന സമയത്തും ധർമ്മനിഷ്ഠയില്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ തോന്നിവാസം കാണിച്ച് ജീവിക്കണം. പെൺകുട്ടികളിൽ മയക്കുമരുന്നിൻ്റെ വർധനവ് വളരെയേറെ വരുന്നുവെന്നാണ് പുതിയ പഠനങ്ങൾ. അത് വിസ്തരിക്കാൻ സമയമില്ല. എല്ലാവരും അടിച്ചു പൊളിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അവിധത്തിലേക്ക് ധാർമ്മികത നശിപ്പിച്ച് ജനങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഔദ്യോഗിക സംവിധാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിൻ്റെ പേരിലാണെങ്കിലും. സമാനമായ മറ്റൊരു സംഗതിയാണ് ആണ് പെണ്ണ് എന്ന രീതിയിലുള്ള കല്യാണത്തെ മാറ്റിവെച്ചിട്ട് ആണിനോട് കല്യാണം കഴിക്കുക, പെണ്ണ് പെണ്ണിനോട് കല്യാണം കഴിക്കുക. ഗേ ലെസ്ബിയൻ എന്നാണ് ഈ സംഗതിയൊക്കെ പറയാം. ഇതാണ് പ്രകൃതിപരം എന്ന് പോലും അവർ സമർത്ഥിക്കാൻ വേണ്ടി വ്യാജ പഠനങ്ങൾ ഇറക്കുന്നു. ഇത്തരം ആളുകൾക്ക് നല്ല പ്രസിദ്ധി കിട്ടുന്നു, ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നു. എന്ത് തോന്നിവാസം ആലോചിച്ചു നിങ്ങൾ.
ഒരു പ്രത്യേകമായ സമയത്ത് ഒരു ആവേശത്തിന് കുറച്ചു കാലം മുന്നോട്ട് പോകും. അത് കഴിഞ്ഞാൽ പരസ്പരം വികർഷണം വരും. എതിർ ഹോർമോണുകളെ സംയുക്തമായി കാലങ്ങളോളം ലോങ് ലൈഫ് നീണ്ടു നിൽക്കുള്ളൂ. സ്ത്രീ പുരുഷൻ, അങ്ങനെയാണ് പ്രകൃതിപരമായ ആകർഷണം. അതല്ല ഞാൻ എൻ്റെ പുരുഷ സുഹൃത്തിനോടൊപ്പം ജീവിച്ചോളൂന്ന് കുറേ ആളുകൾ തീരുമാനമെടുക്കുക. അത് നിയമപരമായി അംഗീകരിക്കണമെന്നതിന് വേണ്ടി അവർ സമരം നടത്തുക, കോടതിയിൽ കേസിന് പോകുക. യൂറോപ്യൻ നാടുകളിലൊക്കെ അത് മുമ്പേ അനുവദിച്ചതാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് അങ്ങനെയുള്ള 2 പ്രൊഫസർ ദമ്പതന്മാരെ പണ്ട് കണ്ടത് കലാകൗമുദിയിൽ എഴുതിയത് ഞാൻ ഓർക്കുകയാണ്. പണ്ട് അതന്നൊരു കൗതുകമായിരുന്നു. കാരണം ദമ്പതന്മാര്, ഒരു പ്രൊഫസറും വേറൊരു പ്രൊഫസറും കൂടി ഒന്നിച്ച് കുടുംബജീവിതം നയിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ അത് വ്യാപകമായി വന്നു. നമ്മുടെ നാട്ടിലും കുറേ ആളുകൾ ആ വിധത്തിൽ പ്രസിദ്ധരായി. ആലുവക്കാരി ഒരു പെൺകുട്ടിയും താമരശ്ശേരിക്കാരിയായ ഒരു പെൺകുട്ടിയും മുസ്ലിം പേരുള്ള 2 പേരും ഇന്ന് ആ വിഷയത്തിലുള്ള സെലിബ്രിറ്റികളാണ്, ഐക്കണുകളാണ്. അവരെ വെച്ചിട്ടാണ് മതത്തെ തോണ്ടുന്നത് പലരും. കഷ്ടപ്പെട്ട് വളർത്തിയ മാതാവിനെയും പിതാവിനെയും പരിഹസിക്കുക എന്നതാണ് അവരുടെ എല്ലാ ഇന്റർവ്യൂകളും. ഒരു ഊക്കിന് കുറച്ചങ്ങോട്ട് നടക്കും. ചിലപ്പോ ഇവർ പറയുന്നത് പോലെ ഇതാണ് പ്രകൃതിപരം എന്ന് അങ്ങോട്ട് തീരുമാനിക്കുക. ലെസ്ബിയൻ, പെണ്ണും തമ്മിലുള്ള ബന്ധം, ഗേ ആണും തമ്മിലുള്ള ബന്ധം, ഇതാണ് പ്രകൃതിപരം എന്ന് നമ്മളെല്ലാവരും കൂടെ അംഗീകരിക്കുക. എന്നിട്ട് ആണുങ്ങളൊക്കെ ആണുങ്ങളോടൊപ്പവും പെണ്ണുങ്ങളൊക്കെ പെണ്ണുങ്ങളോടൊപ്പവും ജീവിക്കുക. ഈ തലമുറ ഈ കാണുന്ന മനുഷ്യവർഗത്തോടു കൂടെ നശിച്ചു പോകൂലേ? ഈ തലമുറ ഈ കാണുന്ന മനുഷ്യവർഗത്തോടു കൂടെ നശിച്ചു പോകൂലേ? ഇതിനൊരു പ്രജനനം നടക്കൂലല്ലോ, കുട്ടികൾ ഉണ്ടാവില്ലല്ലോ. എന്ത് മാർഗമുണ്ട് ഇതിന്? ഇത്ര വ്യക്തമായ രീതിയിൽ പ്രകൃതി വിരുദ്ധം എന്ന് മനസ്സിലാകുന്ന ഈ സംഗതിയെ സപ്പോർട്ട് ചെയ്യാം. ഒന്ന്, കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് പ്രകൃതി പരമായിരുന്നുവെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ ഗേകളിൽ നിന്നാവാൻ പാടില്ല. ഇന്ന് വസ്തുത അതാണ്. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ ഗേകളാണ്. ആണും തമ്മിൽ സെക്സ് നടത്തി ജീവിക്കുന്നിടത്താണ് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ളത്. കണക്കുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അമേരിക്കൻ എയ്ഡ്സ് രോഗികളിൽ 70% ഗേകളാണ്. സ്വാഭാവികമായി 30% ഗേകളല്ലാത്തവരല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകും. ഇത്തിരി തിരുത്തണം. അമേരിക്കയിൽ ഗേ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തത് 2% ആളുകൾ മാത്രമാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഗേ ആണ് എന്ന് പറയുന്ന 2% ആളുകളിൽ നിന്നാണ് 70% എയ്ഡ്സ് രോഗികൾ. എത്ര മാരകാണി കണക്ക്! അത് മാത്രമാണോ? മോഷൻ നിയന്ത്രിക്കാൻ കഴിയാതെ ഊർന്നു പോകുന്ന ദുരവസ്ഥ വരും. അവർക്ക് ലൈംഗിക ഭാഗത്ത് ക്യാൻസർ പിടിക്കും എന്നല്ല മറ്റു പല രോഗങ്ങളും. മങ്കി പോക്സ്, കുരങ്ങു വസൂരി കഴിഞ്ഞ വർഷം വ്യാപകമായി ലോകത്ത് പല രാജ്യങ്ങളിലും ഉണ്ടായി. 16 രാഷ്ട്രങ്ങളുടെ കണക്ക് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ടപ്പോ 98% മങ്കി പോക്സ് ബാധിച്ചവരും ഒന്നുകിൽ ഗേ ആണ് അല്ലെങ്കിൽ ബൈസെക്ഷലാണ്. ബൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണിനോടൊപ്പം ജീവിക്കും, ആണുങ്ങളെയും ഉപയോഗപ്പെടുത്തും. വൃത്തികേട്, വളരെ വൃത്തികേട്. ഈ ജനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥിരമായി ആണുങ്ങളോടൊപ്പം ജീവിക്കുന്നവരിൽ നിന്നോ ആണ് ഏറ്റവും കൂടുതൽ മങ്കി പോക്സ് രോഗികൾ. 98%. റിപ്പോർട്ട് നിഷേധിക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട്, ലോകമാധ്യമങ്ങൾ അതൊക്കെ ഉദ്ധരിച്ചിട്ടുമുണ്ട്. അപ്പൊ വിവാഹം എങ്ങനെയാവണം? ഇതാണ് പ്രകൃതിപരം. ഇനിയും കുറേ പറയാനുണ്ട് നമുക്ക്. ആണും പെണ്ണും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ജീവിതം മാത്രമാണ് പ്രകൃതിപരം. വേറെ കുറേ പറയാനുണ്ട്. ലൂബ്രിക്കൻസുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, ലൈംഗിക ബന്ധത്തിന്റെ സുഗമതയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, സുഭഗതയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ. ഒന്നും ഇത് പ്രകൃതിപരമാണെന്ന് തെളിയിക്കുന്നില്ല. എന്നിട്ട് ന്യായം പറയാൻ വേണ്ടി 1500 ജന്തുജാലങ്ങളിൽ ഈ ഹോമോസെക്ഷൽ ഏർപ്പാടുണ്ടെന്ന് ഇവർ നിർമ്മിച്ചെടുക്കുന്നു. നമ്മൾ മനസ്സിലാക്കുക, ലോകത്തൊരൊറ്റ ജന്തുവും തൻ്റെ ഇണയായി സ്ഥായിയായി അതേ വർഗത്തിൽപ്പെട്ട, ജെൻഡറിൽപ്പെട്ട, ലിംഗത്തിൽപ്പെട്ട മറ്റൊരു ജന്തുവിനെ കൊണ്ടു നടക്കണില്ല. പ്രാവും തമ്മിൽ ഈ ദാമ്പത്യ ബന്ധത്തിൽ ശ്രദ്ധിക്കുന്ന ജന്തുക്കളാണ്. ഒരു പ്രാവിന് പെൺപ്രാവുണ്ടാവും, അവരുമായി മാത്രമേ അവർ ജോഡി മുന്നോട്ടുണ്ടാവുള്ളൂ. ഇതുവരെ ഒരു പ്രാവും ഒരു ആൺപ്രാവിനെ തൻ്റെ ജോഡിയായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ല. ഒരാടും ഒരാടിനെയും, ഒരു പശുവും ഒരു പശുവിനെയും. പശുക്കൾക്കിടയിൽ ലെസ്ബിയൻസ് ഇല്ല. പിന്നെ ഇവർ പറയുന്ന കണക്കെന്താ? പെരുപ്പിച്ച കണക്ക്. ചിലപ്പോൾ ചില പശുക്കൾ മറ്റൊരു പശുവിൻ്റെ പുറത്തൊരു കേറലങ്ങോട്ട് നടത്തും. അത് സ്ഥായിയായ ബന്ധത്തിനല്ല, അവർക്ക് ഓവുലേഷൻ സംഭവിക്കാനിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. അണ്ടവിസർജനം.
ആ സമയത്താണ് പശുക്കൾ അമറൽ ഒരു പ്രത്യേക ശൈലിയിൽ. പശുവിനെ വളർത്തുന്നവർക്ക് അറിയാം ഈ സമയത്ത് അതിന് കുത്തിവെപ്പിന് സമയമായിട്ടുണ്ട്, വീഡിങ്ങിന് സമയമായിട്ടുണ്ട് എന്ന്. അതിനു വേണ്ടിയുള്ളൊരു പ്രകടനം. ചില മൂരികളുടെ പുറത്തങ്ങോട്ട് കയറും. കൂട്ടത്തിലെ ആധിപത്യം എനിക്കാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള പ്രകടനം. അതല്ല സ്ഥായിയായിട്ട് ഇതൊരു ബന്ധമായിട്ട് അവർ കൊണ്ടു നടക്കൂല. ഇനി അങ്ങനെ തന്നെ ഉണ്ട് ഇവർ പറയുന്നത് പോലെ എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് പ്രകൃതിപരമാവോ? ഒരിക്കലുമില്ല. മനുഷ്യൻ ചികിത്സിക്കാറുണ്ട്, ഈ മൃഗങ്ങളൊന്നും ചികിത്സിക്കാറില്ല. മനുഷ്യൻ ഡ്രസ്സ് ധരിക്കാറുണ്ട്, ഈ മൃഗങ്ങളൊന്നും ഡ്രസ്സ് ധരിക്കാറില്ല. മനുഷ്യൻ ഔഷധം ഉപയോഗപ്പെടുത്താറുണ്ട്, മൃഗങ്ങൾ ഔഷധം ഉപയോഗപ്പെടുത്താറില്ല. 150 ജീവിവർഗങ്ങളിൽ പ്രസവിച്ച ഉടനെ തള്ള അതിൻ്റെ മക്കളെ തിന്നുന്ന രീതിയുണ്ട്. മനുഷ്യൻ അതൊക്കെ പറ്റുമോ? പൂച്ചയും മുയലടക്കം പ്രസവിച്ച ഉടനെ അതിൻ്റെ ഒരു കുട്ടിയെ 2 കുട്ടിയെ പിടിച്ചു തിന്നും. ഇതാണ് പ്രകൃതിപരം എന്നും പറഞ്ഞിട്ട് 150 ജന്തുവർഗ്ഗങ്ങളിലുണ്ട് എന്നും പറഞ്ഞിട്ട് മനുഷ്യൻ അങ്ങനെ പറ്റുമോ? പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നൽ. പ്രകൃതിപരം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസാഇന്റെ 1-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ ആണും പെണ്ണും സ്ത്രീയും പുരുഷനും ഭർത്താവും ഭാര്യയും സൗജും സൗജത്തും, ഇതിനപ്പുറമുള്ള ഒരു മാർഗവും ഇതിനപ്പുറമുള്ള ഒരു സംഗതിയും പ്രകൃതിപരമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനിയൊരു കാര്യം ചർച്ച ചെയ്യാനുള്ളത് ഈ പെൺകുട്ടിയുടെ വിവാഹപ്രായത്തെക്കുറിച്ചാണ്. ഇസ്ലാം പ്രായോഗികമായ കൃത്യമായൊരു നിലപാടാണ് പറഞ്ഞത്. എല്ലാവരും ഈ 18 വയസ്സിന് മുമ്പിൽ പെൺകുട്ടിയെ കെട്ടിക്കണം എന്നൊന്നുമല്ല ഞാൻ പറയണത്. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെ നിയമം പാലിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. ഇത് മുന്നേ ഞാൻ സൂചിപ്പിക്കാൻ, വിവാഹത്തിനൊരു പ്രായത്തെ ഇസ്ലാം നിബന്ധന വെക്കുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും ശരിയായ വശം. പിന്നെയോ വിവാഹം എന്ന് പറഞ്ഞാൽ അത് സെക്സിന് വേണ്ടി മാത്രമാണെന്ന് വിചാരിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് അയ്യേ എന്ന് തോന്നിപ്പോകും. വിവാഹത്തിന് അനവധിയായ മറ്റു ലക്ഷ്യങ്ങളുണ്ട്. വിവാഹത്തിന് അനവധിയായ മറ്റു ലക്ഷ്യങ്ങളുണ്ട്. ഈ സെക്സ് എന്ന് പറയുന്നതും ഒരു പ്രായത്തെ ബന്ധപ്പെടുത്തി നിർത്താൻ പറ്റുന്നതല്ല. 25-30 വയസ്സായാലും ചിലപ്പോൾ ചില സ്ത്രീകൾ ഫിസിക്കലി സെക്സിന് പാകപ്പെടാത്തവരായിരിക്കും. അവരെ ക്രൂരമായി നല്ല വയസ്സായല്ലോ എന്ന് കരുതിയിട്ട് അതിന് ഉപയോഗപ്പെടുത്താൻ പറ്റൂല. അവരുടെ ആരോഗ്യ പ്രശ്നം പരിഹരിക്കണം. നമ്മുടെ ഫിഖിന്റെ കിതാബിലൊക്കെ പറയുന്ന റത്തഖാ, കർനാ പോലെയുള്ള സംഭവങ്ങൾ, സെക്സ് സാധ്യമല്ലാത്ത ചില സ്ത്രീവർഗങ്ങളുണ്ട്. അവർക്ക് 20 വയസ്സായില്ലേ 25 വയസ്സായില്ലേ ഇന്ത്യൻ നിയമം അനുസരിച്ച് 18 വയസ്സിൽ ഇതൊക്കെ ആവാലോ എന്ന് പറഞ്ഞിട്ട് പീഡിപ്പിക്കാൻ പാടില്ല. ഇപ്രകാരം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് വിവാഹത്തെ ഒരു പ്രത്യേകമായ വയസ്സിൽ നിർണയിക്കുന്നത് ശരിയല്ല എന്നുള്ളത്. കാരണം വെറും സെക്സ് അല്ല. പരിശുദ്ധ ഇസ്ലാം എന്തു പറയുന്നു എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ നിക്കാഹിന്റെ ബാബിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. വിവാഹത്തിന് പ്രായമല്ല വേണ്ടത്, പക്ഷെ സെക്സ് നടത്താൻ ശാരീരികമായ പക്വതയും പാകതയും ശേഷിയും വേണം. ഇതാണ് ഇസ്ലാമിന്റെ രീതി. വിവാഹത്തെ ഒരു പ്രായം കൊണ്ട് നിർണ്ണയിക്കുക എന്നുള്ളത് ആധുനിക കാലത്ത് ആരൊക്കെയോ ഉണ്ടാക്കിയ ചില സംഗതികളാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വചനത്തിൽ റബേക്ക എന്ന് പറയുന്ന 3 വയസ്സുള്ള കുട്ടിയെ 40 വയസ്സുകാരനാവുന്ന ഇസ്ഹാക്ക് കല്യാണം കഴിക്കുന്നത് പറയുന്നുണ്ട്. 3 വയസ്സ് റബേക്കയ്ക്ക്. ഈ കാര്യം നമ്മളങ്ങോട്ട് കുറച്ച് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് കൂടുതലായി ആരാധിക്കപ്പെടുന്ന ശ്രീരാമൻ കല്യാണം കഴിക്കുമ്പോൾ സീതക്ക് വെറും 6 വയസ്സായിരുന്നു പ്രായം. ഇത് സ്കന്ദപുരാണത്തിലുണ്ട്. അതേപ്രകാരം വ്യാസമഹർഷിയുടെ വാൽമീകിയുടെ രാമായണത്തിലുണ്ട്. വ്യാസമഹർഷിയുടെ സ്കന്ദപുരാണത്തിലും വാൽമീകിയുടെ രാമായണത്തിലും നമുക്കത് കാണാൻ പറ്റും. കുറേ അങ്ങനത്തെ നമുക്ക് ഉദ്ധരിക്കാനുണ്ട്. പണ്ടൊക്കെ പല വേദിയിൽ നമുക്കത് പറഞ്ഞതുമാണ്. യേശുവിൻ്റെ അമ്മയാകുന്ന മറിയം കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് 11 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഭർത്താവാകുന്ന ജോസഫിന് 90 വയസ്സായിരുന്നു. ഭർത്താവാകുന്ന ജോസഫിന് 90 വയസ്സായിരുന്നു. കുറേ ആളുകൾ, ആധുനികരാകുന്ന ചില ഈ ക്രൈസ്തവ നേതാക്കന്മാർ, സെന്റ് അഗസ്റ്റിൻ വെറും ആധുനികനാകുന്ന ആളല്ല, അവരുടെ മതത്തെ വ്യാപിപ്പിച്ച മനുഷ്യൻ. അദ്ദേഹം കല്യാണം കഴിക്കുന്നത് 10 വയസ്സുള്ളയാളാണ്. നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ ഉസ്താദാകുന്ന ശ്രീകൃഷ്ണ പരമഹംസൻ 1859 ശാരദാദേവിയെ വിവാഹം കഴിക്കുമ്പോൾ ശാരദാദേവിക്ക് 5 വയസ്സായിരുന്നു പ്രായം. 5. നമ്മുടെ ഭരണഘടനാ ശില്പിയായിരുന്ന ഡോക്ടർ അംബേദ്കർ രാമാഭായിയെ കല്യാണം കഴിക്കുമ്പോൾ ഭായിക്ക് 8 വയസ്സ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനത്തെ ഒരു ലിസ്റ്റ് നമുക്ക് എത്ര പ്രസിദ്ധീകരിക്കാൻ പറ്റും? യുക്തിവാദികളുടെ നേതാവായിരുന്നു ഒരു കാലത്ത് പെരിയാർ രാമസ്വാമി. അദ്ദേഹം നാഗമ്മാളിനെ കല്യാണം വയ്ക്കുമ്പോൾ 13 വയസ്സാണ് പ്രായം.
ഞാനിതിനിങ്ങനെ ഉദ്ധരിക്കണില്ല. നമ്മുടെ കേരളത്തിലേക്കൊക്കെ തന്നെ വന്നാലോ, AKG സുശീല ഗോപാലകൃഷ്ണയെ കല്യാണം കഴിക്കുമ്പോൾ എത്രയാ അവർക്ക് പ്രായം? 13 AKGക്ക് 45. എന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? ലോകത്തെ ഏറ്റവും ചെറിയ അമ്മ ആരാണെന്ന് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. 5.5 വയസ്സുള്ള പെറുവിലെ ഒരു പെൺകുട്ടിയാണ് ലോകത്തെ ഏറ്റവും ചെറിയ അമ്മ. 5.5 വയസ്സ്. നിങ്ങൾ എന്നെ വിശ്വസിക്കൂല എന്ന് എനിക്കറിയാം, പക്ഷെ അത് വസ്തുതയാണ്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ആ പെൺകുട്ടി 83 വയസ്സ് വരെ പിന്നീട് ജീവിച്ചിട്ടുണ്ട്. അപ്പൊ കല്യാണം എന്നത് ഒരു വിവാഹം എന്ന പരിപാടി, ഏർപ്പാട്, അതൊരു പ്രായത്തെ ബന്ധപ്പെടുത്താൻ പറ്റണതല്ല. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അത് ഇനി ഇങ്ങനെ പറഞ്ഞ് വിശദീകരിക്കണ്ടല്ലോ, ശാരീരികമായ ബന്ധങ്ങൾക്ക് അതിന് അതിൻ്റെതായ ശേഷിയും അതിനായ പക്വതയും പാകതയും ഒക്കെ വേണ്ടി വരും. ഇനി വിവാദമായിരിക്കുന്ന മറ്റൊരു കാര്യം കൂടി നമുക്ക് ചർച്ച ചെയ്യണം. അഹ്ലു കിതാബിനെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഈ കാണുന്ന ക്രിസ്ത്യാനികളെയും ജൂത സ്ത്രീകളെയും ഒക്കെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന്. അഹ്ലു കിതാബിനെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് മാഇദയുടെ 5-ാമത്തെ വചനം. വിസ്തരിക്കുന്നില്ല ഞാൻ. അഹ്ലു കിതാബിനെ കല്യാണം കഴിക്കാൻ പറ്റും. ഈ അഹ്ലു കിതാബിനെ കല്യാണം കഴിക്കുന്നത് എങ്ങനെയാണ്? അഹ്ലു കിതാബെന്ന് പറഞ്ഞ് കണ്ട ക്രിസ്ത്യാനിയൊക്കെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? ഒരിക്കലും പാടില്ല. അതിന് പ്രത്യേകമായ ചില നിബന്ധനകളുണ്ട്. ഇന്ന് ജൂതമതത്തിൽ നിൽക്കുന്ന ആ കുടുംബം, അവരുടെ ആദ്യത്തെ പിതാവ്, ജൂതമതത്തിലേക്ക് വന്ന ആദ്യത്തെ പിതാവ്, ആ മതം പിന്നീട് പലവിധ കൂടിച്ചേർക്കലുകളും പലവിധ വെട്ടിത്തിരുത്തലുകളും മുഖേന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രചരിപ്പിച്ച ഇസ്ലാം അല്ലാതായതിൻ്റെ മുന്നേ ആ മതത്തിലേക്ക് പ്രവേശിക്കണം എന്നാണ്. ഫത്തുൽ മുഈനിലും അനുബന്ധമായി ആനത്തിലും ഒക്കെ അത് വിശദീകരിക്കുന്നുണ്ട്. എൻ്റെ മുന്നിൽ ഇബാറത്തുകളുണ്ട്, ഞാൻ സമയമെടുക്കുന്നില്ല. എന്നിട്ട് ആ പരമ്പര ഇങ്ങനെ പോരണം. ജൂതമതത്തിൻ്റെ ഒരു പ്രത്യേകത, അതിലേക്ക് വേറൊരാൾക്ക് കയറിക്കൂടാൻ പറ്റൂല എന്നുള്ളതാണ്. പിന്നെ ബനൂ ഇസ്രായേലിൽ ഇങ്ങനെ ജനിച്ച് 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 പരമ്പരയായി പോരുന്നവർ മാത്രമാണ് ജൂതന്മാർ. ഈ ജൂതമതത്തിലേക്ക് ആദ്യം, അതായത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മതം പറഞ്ഞല്ലോ, പിന്നീട് തഗയ്യുറായി, പിന്നീട് പല പ്രശ്നങ്ങളുണ്ടായി. അതൊക്കെ ആവുന്നതിൻ്റെ മുമ്പ് ആ മതത്തിൽ കടന്നവരുടെ പിൽക്കാല തലമുറയെ മാത്രമേ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. ഒന്ന്. രണ്ടാമത്തത് അഹ്ലു കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഗ്രന്ഥങ്ങളെ വിശ്വസിക്കുന്നവർ. ഇന്നുള്ള ഒരു ക്രിസ്ത്യാനിയും ഇന്നുള്ള ഒരു ജൂതനും അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ക്രിസ്ത്യാനികളുടെ കാര്യം മാത്രം പരിശോധിക്കാം. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രചരിപ്പിച്ചു നടന്നു എന്ന് ബൈബിൾ പറയുന്ന ഇഞ്ചീൽ സുവിശേഷം ഇന്ന് എവിടെ ഉണ്ട്? നിലവിൽ 27 പുസ്തകങ്ങളാണ് ബൈബിൾ എന്ന് പറയുന്ന ചെറിയ ഗ്രന്ഥം. ആ 27 പുസ്തകങ്ങളിൽ ഏറ്റവും പഴയത്, താരതമ്യേന ഏറ്റവും പഴയത് രണ്ടാമതായി കൊടുത്ത മാർക്കോസിന്റെ സുവിശേഷമാണ്. അത് രചിക്കപ്പെടുന്നത് AD 70-ലാണ്. AD 70 യേശുവിന്റെ കുരിശു സംഭവം കഴിഞ്ഞിട്ട് 70 വർഷം കഴിഞ്ഞിട്ട്. പിന്നീടാണ് മത്തായി വരുന്നത്, മാർക്കോസ് വരുന്നത്. സംവിധ സുവിശേഷങ്ങളോട് ആശയത്തിൽ തന്നെ വിരുദ്ധമായ യോഹന്നാന്റെ സുവിശേഷം, 4-ാം സുവിശേഷം, ഇത് രചിക്കപ്പെടുന്നത് AD 100-നു ശേഷമാണ്. ഈ പുസ്തകത്തെ വിശ്വസിക്കുന്നവരെങ്ങനെ അഹ്ലു കിതാബാവുക? അതിൻ്റെ പുറമെ 14 പുസ്തകങ്ങൾ ക്രൈസ്തവ മതത്തെ വികൃതമാക്കിയെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന പൗലോസിൻ്റെതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ചില ചങ്ങാതിമാർ, അവർ സർവവേദ സത്യവാദികളാണ്. CH മുസ്തഫയൊക്കെ അയാൾ പറയുന്നത് ബൈബിൾ മുഴുവനായിട്ടും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അവതീർണമായ ഗ്രന്ഥമാണെന്നാണ്. എന്ത് പോയത്തും! ക്രിസ്ത്യാനികൾക്ക് പോലും അത്തരം വാദമില്ല. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കലോ, പലരുടെയും ഇടയിൽ ഷെയിൻ ചെയ്യാൻ, പരിശുദ്ധ ഇസ്ലാമിന് ഉറ്റുകൊടുക്കാൻ, മതദർശനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രാജാവിനേക്കാൾ വലിയ രാജ്യഭക്തി കാണിച്ചുകൊണ്ട് ഷെയിൻ ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് CH മുസ്തഫയൊക്കെ. അവർക്ക് വാദമല്ല, ഈസാ നബിക്ക് ഇറങ്ങിയതാണിത്. നെഹൽസിന്റെ മുസ്ലിം ചോദ്യങ്ങൾക്ക് ക്രിസ്തീയ മറുപടി എന്നുള്ള പുസ്തകം വായിക്കൂ. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, വഹയ് എന്ന രീതിയിലുള്ളതല്ല ബൈബിള് എന്ന്. മീൻസ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇറങ്ങിയതേ അല്ല എന്ന്. അതിൻ്റെ വർഷക്കണക്ക് ഞാൻ പറഞ്ഞല്ലോ. ഈസാ നബിയുടെ കുരിശ് സംഭവത്തിന് ശേഷം ഏകദേശം 1 നൂറ്റാണ്ടൊക്കെ ആയിട്ടാണ് ഇത് രചിക്കപ്പെടുന്നത്. എന്നിട്ട് പലജാതി പ്രശ്നങ്ങൾ അനുഭവിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ആദ്യത്തെ 4 സുവിശേഷങ്ങൾ മാത്രമാണ് ദൈവികം, ബാക്കിയുള്ള കത്തുകളും കമ്പികളും ഒക്കെ കുറേ ഉണ്ട്, അതൊന്നും ദൈവികമല്ല. നിങ്ങൾ കഥ കേൾക്കാറില്ലേ? പലപ്പോഴും ഒരു തമാശ കഥ,
ഒന്നിച്ച് മദ്യപിക്കുമ്പോൾ അച്ചാർ ടച്ച് ചെയ്യാൻ കൊടുത്ത ഒരാളോട് സഹകുടിയനാകുന്ന ആള് ചോദിക്കുകയാണ്, എന്താ നിന്റെ പേര്? അപ്പൊ അദ്ദേഹം പറഞ്ഞു പൗലോസ്. അപ്പൊ അവൻ കുടിച്ചുകൊണ്ട് ബോധം കെട്ടിട്ടാ ചോദിക്കണത്, അല്ല പൗലോസേ, നീ റോമർക്ക് എഴുതിയ കത്തിന് വല്ല മറുപടിയും കിട്ടിയൊന്ന്? മുപ്പര് മങ്കുർണിയില. നീ റോമർക്ക് എഴുതിയ കത്തിന് വല്ല മറുപടിയും കിട്ടിയോന്ന്? ഒരു പുസ്തകതാണ് പൗലോസ് റോമർക്ക് എഴുതിയ കത്ത്. CH പുസ്തകം പറയണേ ഇതൊന്നും എന്തായാലും ദൈവികല്ല, പിന്നെ ഈ 4 അപ്പൊ അഹ്ലി കിതാബ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലാക്കാതെ മറ്റ് ചില നിഗൂഢ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവരൊക്കെ വ്യാപകമായി കല്യാണം കഴിക്കാന്ന് തീരുമാനിച്ചാലോ? കുടുംബബന്ധം തകരും, ശിഥിലമാകും. നമ്മുടെ മക്കൾ യഥാർത്ഥ വിശ്വാസികളല്ലാതെ വളർന്നു പോകും. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ന്യായം പറഞ്ഞാലും സിനിമയിൽ നിന്നൊക്കെ തെളിവെടുത്തിട്ടാണ് പലരും ഫത്വ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് ദുഷിച്ച കാലം! സിനിമയിൽ നിന്ന് തെളിവെടുത്തിട്ട് ഫത്വ പറയാൻ. മുസൽസലാത്ത് ഉമർ എന്ന് പറയുന്ന സംഭവത്തിലുണ്ട്. കേട്ടാ തോന്നുന്നത് ഏതോ ഒരു കനപ്പെട്ട ആദ്യ നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട പുസ്തകമാണ്, കിതാബാണ്. സംഭവം അതല്ല. വലിയ സമ്പത്ത് ചെലവഴിച്ച് ഖത്തർ ഗവൺമെന്റ് ഇറക്കിയ 25 ദിവസം പ്രസിദ്ധീകരിക്കപ്പെട്ട പബ്ലിഷ് ചെയ്ത സിനിമയാണിത്. സീരിയൽ, ടെലിവിഷൻ സീരിയൽ. അതിലങ്ങനെ പറയണത് ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ. പരടിയായിട്ട് ചില സംഗതികളൊക്കെ ഇറങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടു. വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങിയില്ലെങ്കിൽ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താവും. ആരാ പറഞ്ഞത്? മുഫ്തി കുഞ്ഞിക്കാണല്ലോ. ഏതാ കിതാബ്? കുടുംബകലഹം 100-ാം ദിവസം. ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ഫത്വ കൊടുക്കാൻ നിന്നാൽ എന്താ കഥ? സിനിമയിൽ നിന്ന് സീരിയലിൽ നിന്ന് തെളിവെടുത്ത് ഇസ്ലാം പറയും. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് എന്താ തകരാറ്? വളരെ കൃത്യമായി സുരക്ഷിതമായി അത് നമ്മളിലേക്ക് എത്തിയിട്ടില്ലേ? മഹാന്മാരാകുന്ന മഹാപണ്ഡിതന്മാർ എന്തൊരു സേവന ചെയ്തത് ദീനീ രംഗത്തൊക്കെ. ആധുനികരെ കുറിച്ച് നമുക്ക് അത്ഭുതം തോന്നണം. നിങ്ങളൊന്നും വിചാരിക്കരുത് ആധുനികരെ കുറിച്ച് നമുക്ക് അത്ഭുതം തോന്നണം. ഉടമ്പഴ അവസ്ഥാനം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു കിതാബ് അലമാരയിൽ നമ്മൾ ഈ മുസാഫ് വെച്ചതുപോലെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ നിന്നാലും അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ നീളമെത്തും. അത്രക്കൊരു കിതാബ്, 31 വാള്യം. പിന്നെ ഞാൻ ഒരാവശ്യത്തിന് എന്നെ വിളിച്ചിരുന്നു ഉസ്താദ്. 2-3 വട്ടം വിളിച്ചത്രേ. ഉസ്താദിൻ്റെ സ്ഥിരം നമ്പറിൽ നിന്നല്ല, ഞാൻ പലപ്പോഴും ഓരോ പ്രോഗ്രാമിലായി. നമ്മളിത് കേട്ടേ പറ്റുള്ളൂ. അവസാനം 11:45 എന്നെ വിളിക്കുന്നു. ഞാൻ ഫോൺ എടുക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു 2-3 വട്ടം വിളിച്ചു, കിട്ടിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉസ്താദേ ഓരോ ഷുഗലായിപ്പോയി. അതെ, ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു, അതിനു വേണ്ടിയായിരുന്നു വിളിച്ചത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ഉസ്താദ് 11:45 ഉസ്താദ് ഉറങ്ങിയില്ലെന്ന് വെച്ചു. ഞാനിങ്ങനെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആവിയായിപ്പോയൊരു സമയമാണത്. 11:45 ഉസ്താദ് ഉറങ്ങിയില്ലെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറയാം 1 മണിൻ്റെ മുമ്പ് ഉറങ്ങിയത് എൻ്റെ ജീവിതത്തിൽ ഓർക്കണില്ല എന്ന്. 1 മണിൻ്റെ മുമ്പിൽ ഇപ്പം അടുത്തെങ്ങാണ്ടൊന്ന് ഉറങ്ങിയത് എൻ്റെ ജീവിതത്തിൽ ഓർക്കാൻ പറ്റണില്ല എന്ന്. നിരവധി രോഗങ്ങളുണ്ട്. അള്ളാഹു ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഖലമുൽ ഇസ്ലാമാണ് ആളിലും അർത്ഥത്തിലും. അള്ളാഹു ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. 1 മണിക്ക് മുമ്പ് ഉറങ്ങിയതായിട്ട് എനിക്ക് ഓർമ്മയിലില്ല എന്ന്. അങ്ങനെയാണ് ഇത്രയും വാള്യങ്ങളുള്ള കിതാബ് രചിക്കുന്നത്. എന്തൊരു അത്ഭുതമാണ്, ആലോചിച്ച് നോക്കൂ. വളരെ പ്രയാസപ്പെടുത്തുന്ന 2-3 രോഗങ്ങളുണ്ട്. സർജറി അടക്കമുള്ള ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ആശുപത്രിയിൽ പല ദിവസവും അഡ്മിറ്റ് ആയിട്ടുണ്ട്. 1 മണിക്ക് മുമ്പ് ഉറങ്ങിയത് ഓർമ്മയില്ല എന്നാ പറയണത്. അന്നും എന്നും ചില്ലറ സംഭവമല്ല ഇത്. ഞാൻ എൻ്റെ വീട് ഒത്തോളം ആലോചിച്ചത് ഉസ്താദിൻ്റെ ജീവിതവും പ്രബോധനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഉറക്കും സ്വപ്നവും എന്ന പുസ്തകമുണ്ട്, ചമ്മാട് പഠിക്കുന്ന കാലത്ത് ഞാൻ വായിച്ചതാണ്. അതിൽ ഉസ്താദ് സമർത്ഥിക്കുന്നുണ്ട്, നമ്മൾ പരിശീലിച്ചു വരികയാണെങ്കിൽ ദിവസം 1 മണിക്കൂർ ഉറങ്ങിയാൽ തന്നെയും മനുഷ്യന് ആരോഗ്യപരമായ സുസ്ഥിതി നിലനിർത്താൻ പറ്റുമെന്ന്. വെറുതെ പറഞ്ഞതല്ല, ഇമാം ഗസാലി തങ്ങളെ ഉദ്ധരിച്ചിട്ട്. ഞാൻ അത് ഓർത്താണ് ഇങ്ങനെ എൻ്റെ വീട്ടിലേക്ക് എത്തിയത്. അതങ്ങനെ പ്രയോഗിക്കുകയാണ്. നമ്മളല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. 8-9 മണിക്കൂർ ഉറങ്ങുക, പകൽ ഒഴിവിട്ടുമ്പോൾ പിന്നെ ഉറങ്ങുക, ഉച്ച കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ഉറങ്ങുക. അങ്ങനെ മൊത്തം 10 മണിക്കൂർ സപ്പോസ്. ബാക്കിയുള്ള ടൈം കുളിക്കണം, അലക്കണം, ഭക്ഷണം കഴിക്കണം. പിന്നെ ഒരു 2-3 മണിക്കൂറെങ്കിലും മൊബൈൽ കളിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്താ പുതിയ കാലത്ത് ജീവിക്കണതിന് കാര്യമുണ്ടോ? പിന്നെ എത്ര നമ്മൾ ആഖിറത്തിന് വേണ്ടി ജീവിക്കണത്? എത്രയാണ് ആഖിറത്തിന് വേണ്ടി ജീവിക്കണത്?
അതുകൊണ്ടാണ് 1 മണിക്ക് മുമ്പ് ഉറങ്ങിയത് ഓർമ്മയില്ല എന്ന് ഉസ്താദ് പറയുന്നത്. അത് ഉസ്താദിന് എല്ലാവരോടും പറഞ്ഞു കൊടുക്കണേൽ ഇഷ്ടമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, എന്നോട് മാത്രം പറഞ്ഞതായിരിക്കും. പക്ഷെ എനിക്കത് പറയാതെ വയ്യ. ആധുനികരും പൂർവികരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ആഖിറത്തെ കൊതിച്ചവർ, ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചവർ തോന്നിയ ദിവസം കാട്ടിയിട്ട് സമയമൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്കൊന്നിനും സമയമില്ല. അതാണ് എല്ലാവരും പറയണത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടെ പറയാം. ഉസ്താദിൻ്റെ റൂമിൽ എല്ലാവർക്കും വായിക്കാൻ പറ്റും വിധം ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്, സമയം വിലപ്പെട്ടതാണ്, എൻ്റേതും നിങ്ങളുടേതും. ഇരുന്ന് കത്തിയടിക്കേണ്ട വേറെ പണിയുണ്ട് എന്നർത്ഥം. ഇവിടെ കയറി വന്നിട്ടേ ഇങ്ങനെ തൊള്ള വിട്ടുകൊണ്ടിരിക്കണ്ട, വേറെ പണിയുണ്ട്, ഒന്ന് പോകാവോ, ഒന്ന് ഇറങ്ങിപ്പോകുമോ എന്നുള്ളതിന് മര്യാദക്കുള്ളൊരു പ്രയോഗമാണ് സമയം വിലപ്പെട്ടതാണ്, എൻ്റേതും നിങ്ങളുടേതും എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്കും വിപ്ലവം രചിക്കാനൊക്കെ പറ്റും, നമുക്കും മാസത്തിൽ ഖത്തം തീർക്കാനൊക്കെ പറ്റും, നമുക്കും ഡെയിലി 300 അതിലേറെയും സ്വലാത്ത് ചെയ്യാൻ പറ്റും, നമുക്കും 8ഉം 10ഉം റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റും. ഒന്ന് ശ്രമിച്ചേക്കുക. ശഅബാൻ മാസത്തിലാണല്ലോ ഇത്രയും പ്രസംഗിച്ചിട്ട് ശഅബാനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ അതും ഒരു അദബ് കേടല്ലേ? ഇவ்விധത്തിൽ നമ്മളത് മനസ്സിലാക്കുക. എല്ലാ തോന്നിയാസത്തിനും നിയമമുണ്ടാക്കുക, സിനിമയിൽ നിന്നും മറ്റും തെളിവുണ്ടാക്കുക. ഇങ്ങനെ എല്ലാ ദീനെന്നും പൂർവിക പണ്ഡിതന്മാരുടെ കഠിനാധ്വാനം. ഇമാം ഗസാലി തങ്ങളുടെ 4 കിതാബുകൾ വജീസ്, ബസീത്ത്, വസീത്ത്, ഖുലാസ, ഇതിൻ്റെ പ്രാഗ്രൂപമായ ഇമാമുൽ ഹറമൈനി തങ്ങളുടെ നിഹായത്തുൽ മത്ലബ് ഫീ ദിറാസത്തിൽ മദ്ഹബ് എന്ന ഗ്രന്ഥം, ഗസാലി ഇമാമിൻ്റെ 4 കിതാബിനെയും സംഗ്രഹിച്ചുകൊണ്ട് ഇമാം റംലി നിർമ്മിച്ച, ഇമാം റാഫിഈ നിർമ്മിച്ച മുഹറർ എന്ന കിതാബ്, ആ മുഹററിനെ ക്രോഡീകരിച്ച് സംഗ്രഹിച്ച് ഇമാം നവവി തങ്ങളുണ്ടാക്കിയ മിൻഹാജു ത്വാലിബീൻ എന്ന കിതാബ്. ഈ മിൻഹാജിന് 100 ചില്ലാനം ഷറഹുകൾ, ഓരോന്ന് 10 വാള്യവും 20 വാള്യവും ഉള്ളത്. ഇത്രക്കും പരന്നൊരു ശൃംഖലയാണ് ഇസ്ലാമിൻ്റെ ഫിഖ്ഹ്. ഒന്ന് ആലോചിക്കി. അതിനെ ഞാൻ ഈ കഥ പറയണത്. ഇതിനൊക്കെ ഷറഹുകളുണ്ട്, ഇതിനൊക്കെ ഖുലാസകളുണ്ട്, സംഗ്രഹങ്ങളുണ്ട്, ഇതിനൊക്കെ പലതിനും കവിതകളുണ്ട്, ഫിഖിന്റെ കവിതകൾ. മഹാനായ ഉമറുൽ വർദി തങ്ങളുടെയൊക്കെ സുബദ പോലെയുള്ള കിതാബുകൾ. ഇതിനൊക്കെ ഷറഹുകൾ, ഷറഹുകൾക്ക് ഹാഷ്യകൾ. നമ്മളൊന്നിങ്ങനെ ദൂരം ഒന്ന് സങ്കല്പിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ ശൃംഖലയാണ്, ആറ്റം വിഘടിക്കണ മാതിരിയാണിത്. അതിൽ പരാമർശിക്കപ്പെടാത്തൊരു മസ്അലയുമില്ല. പല ദർശനങ്ങൾക്കും ആധുനാധുന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മൗനത്തിൻ്റെ ആത്മീകത്തിൽ ഒളിക്കേണ്ടി വന്നപ്പോഴും പരിശുദ്ധ ഇസ്ലാം അതിനെതിരെ കൃത്യമായി പ്രതികരിച്ചു. ടെസ്റ്റ് ട്യൂബ് ശിശുവിന്, ജിനോമിനെ കുറിച്ച്, സയാമിസ് ഇരട്ടയെ കുറിച്ച്, കൊടമ്പേസ്താദിന് അതിനൊക്കെ കിതാബുണ്ട് കേട്ടോ, അതും കൂടി ഞാൻ പറയാം. സയാമിസ് ഇരട്ടയെ കുറിച്ച് ഇതൊക്കെ കൃത്യമായി ഉണ്ടായിരിക്കുമ്പോൾ പിന്നെ സീരിയലിൽ നിന്ന് തെളിവുണ്ടാക്കിയ ഇസ്ലാമിലെ നിയമങ്ങൾക്ക് ഇത്തരം അബദ്ധങ്ങളെ നമ്മൾ കരുതിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പറയേണ്ടത് ഒരു സംഗതി ത്വലാഖാണ്. വിവാഹമോചനം ഇസ്ലാം അനുവദിക്കുന്നുണ്ട് ആവശ്യഘട്ടങ്ങളിൽ. അത് എല്ലാവർക്കും എടുത്തിങ്ങനെ ഒരു ആഘോഷപൂർവ്വം പ്രയോഗിക്കാനുള്ളതല്ല. അബ്ഗദുൽ ഹലാലി ഇൻദല്ലാഹി അത്വലാഖ്. അല്ലാഹുവിന് ഏറ്റവും വെറുപ്പും വിഷമമുള്ള ഹലാലായ കാര്യം ത്വലാഖാണ്. പിന്നെന്തിനാ അത് അനുവദിച്ചത്? അത് ആവശ്യമായിട്ട് വരും. പലപ്പോഴും വിവാഹം എന്ന സംഗതി നടന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് വേർതിരിക്കണമെങ്കിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കണമെന്ന് നിയമമുണ്ടാകാൻ പാടില്ല. 2 പേർക്കും ഒരു നിലക്കും മുന്നോട്ട് പോകാൻ പറ്റൂലെങ്കിൽ വിട്ടുപിരിയാൻ സമ്മതം വേണം. ക്രൈസ്തവർ അടിസ്ഥാനപരമായി ഈ വിവാഹമോചനത്തിന് വലിയ പ്രശ്നമാണ് അവർക്ക്, വലിയ പ്രശ്നം. മത്തായിയുടെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ പരപുരുഷ സംഗമം മൂലമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ ബൈബിൾ അനുസരിച്ച് ത്വലാഖ്, വിവാഹമോചനം നടക്കണം എന്നുണ്ടെങ്കിൽ വ്യഭിചാരം നേരാമണ്ണം തെളിയണം. പ്രായോഗികമായ വലിയൊരു പ്രശ്നമാണ് ഇതൊന്ന്. രണ്ടാമത്, വിവാഹമോചനം നടത്തിയ പെണ്ണിനെ പിന്നൊരാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല. അവൾ അകാല വൈധവ്യവുമായി വാർദ്ധക്യം വരെ എത്തണം, മരണം സ്വീകരിക്കണം. കാരണം ഒരാൾ വിവാഹമോചനം ചെയ്ത സ്ത്രീയെ മറ്റൊരാൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവനും വ്യഭിചാരം ചെയ്യുന്നു.
ഇതനുസരിച്ചല്ല ഇന്ന് പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള ക്രൈസ്തവ നിയമം. ഹൈന്ദവ നിയമത്തിൽ വിവാഹമോചനത്തെക്കുറിച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇന്ന് 1955 പാസ്സായ ദേശീയ ഹൈന്ദവ വിവാഹ നിയമമാണ് നിലവിലുള്ളത്. അതിൽ വിവാഹമോചനത്തിന് പ്രത്യേകമായ കുറേ കാരണങ്ങൾ പറയുന്നുണ്ട്. ഭർത്താവ് കുഷ്ഠരോഗിയായാൽ വിവാഹമോചനം നടത്താം, മാനസിക രോഗിയായാൽ പറ്റും, ഭർത്താവ് ലൗകിക ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ ഭസ്മൊക്കെ തേച്ചിട്ട് വെറും ഒരു സന്യാസിയായി മാറിക്കഴിഞ്ഞാൽ വിവാഹമോചനം നടത്താൻ പറ്റും. അങ്ങനെ ചില പ്രത്യേക കാരണങ്ങൾക്ക് വിവാഹമോചനം നടത്താൻ പറ്റും. ഇവിടെ ചർച്ചയ്ക്ക് വരുമ്പോൾ തലാഖ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മാത്രം എന്തോ ഒരു സംഗതിയാണെന്നാണ് തോന്നുന്നത്. തലാഖ് എന്ന് പറഞ്ഞ സംഭവത്തെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, തീരെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പല ഘട്ടങ്ങളിലായി പിണങ്ങി നിൽക്കുന്ന ഭാര്യയെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഖുർആൻ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും ഒരാൾക്ക് ഭാര്യയുമായി ഒത്തുപോകുന്നില്ലെന്ന് തോന്നിയാൽ അയാൾക്ക് ഭാര്യയെയും ഭർത്താവുമായി ഒത്തുപോകാൻ പറ്റാത്ത പ്രതിസന്ധിയിലെത്തിയാൽ ഫസ്ഖ് പോലെയുള്ള പരിപാടികൾ മുഖേന പെണ്ണിന് ഭർത്താവിനെയും ഒഴിവാക്കാനുള്ള മാർഗം ഇസ്ലാമിലുണ്ട്. അത് വിമർശിക്കപ്പെടുന്ന സംഗതിയല്ല. ഒരു മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അനൈക്യങ്ങൾക്ക്, കൊലപാതകങ്ങളിലേക്കോ ഗ്യാസ് പൊട്ടലിലേക്കോ എത്തിച്ചേരാതിരിക്കാനുള്ള സുതാര്യമായ പരിഹാരമാണിത്. അപ്പം മുത്തലാഖ് എന്നൊരു ചോദ്യം വരും. നമ്മുടെ ഇന്ത്യയുടെ നിയമം മുത്തലാഖ് ചെയ്യാൻ പാടില്ലെന്നാണ്. ആ ഒരു ബോധത്തോടു കൂടെ തന്നെ പറയാം, മുത്തലാഖ് ചൊല്ലിയാൽ സ്ത്രീയുടെ വിവാഹം മോചിപ്പിക്കപ്പെടും. ഈ കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി ഒരു നല്ല നിരീക്ഷണം നടത്തി. മുത്തലാഖ് വഴി വിവാഹമോചനം നടക്കണില്ലെങ്കിൽ പിന്നെന്തിനാ അത് കുറ്റമായിട്ട് പ്രഖ്യാപിക്കണമെന്ന്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ചില ബിദ്അത്തുകാർ കോടതിയിൽ നിന്ന് 3 ത്വലാഖ് നിരോധിച്ചുകൊണ്ടുള്ള വിധി വന്നപ്പോ ഹായ് ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞ് തുള്ളിക്കളിച്ച ടീംസ്. ആര് വിജയിച്ചു? സുപ്രീം കോടതി ചോദിക്കുകയാണ്, ഈ 3 തലാഖ് കൊണ്ട് വിവാഹമോചനം സംഭവിക്കണില്ലെങ്കിൽ പിന്നെന്തിനാണ് അതൊരു കുറ്റമായിട്ട് കണക്കാക്കുന്നത്? 3 തലാഖല്ലേ, വിവാഹമോചനമൊന്നുമില്ല, പിന്നെന്തിനാ കുറ്റമാകുന്നത്? ഒരു പെണ്ണിനോട് ഒരാൾ നല്ലൊരു വർത്താനം പറഞ്ഞു, അതിനൊന്ന് കുറ്റമുണ്ടോ? ഇല്ല. പെണ്ണിന് ഉപദ്രവം വരും, അതുകൊണ്ടാണ് മുത്തലാഖ് നിരോധിക്കുന്നത് എന്നാണ് പറയണത്. ദീനുമായിട്ടൊരു ബന്ധമില്ലാത്ത കുറച്ച് മുസ്ലിം പേരുള്ള പെണ്ണുങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് കേസുമായിട്ട് മുന്നോട്ട് പോയത്. കോടതി പറയുന്നത് ഇന്ത്യൻ പൗരന്മാരെന്ന രീതിയിൽ അംഗീകരിക്കേണ്ടിയും വരും. പക്ഷേ മതത്തിന്റെ നിയമം പറയേണ്ടി വരും. 3 തലാഖ് ചൊല്ലിയാൽ അത് 3 തലാഖായിട്ട് തന്നെ പരിഗണിക്കും. അങ്ങനെയാണ് ഇസ്ലാമിന്റെ നിയമം. ഒരാളിൽ നിന്ന് 300 രൂപ കടം വാങ്ങുന്നു, അത് ഇന്ന് 100, നാളെ 100, മറ്റന്നാ 100, ഇങ്ങനെ കൊടുത്താലേ 300 വീടുള്ളൂ. നമുക്ക് അഭിപ്രായം ഉണ്ടോ? ഒന്നിച്ച് 300 കൊടുത്താൽ വീടൂലേ? വീടും. അങ്ങനെ തന്നെ ഈ സംഭവം. ഒരാള് കത്തി കൊണ്ട് ആഞ്ഞങ്ങോട്ട് കുത്തുന്നു, അത് ആ കുത്തപ്പെട്ടയാൾക്കൊരു പ്രയാസമാണ്, കുത്ത് കൊണ്ട ആൾക്കൊരു പ്രയാസമാണ് എന്ന് കരുതിയിട്ട് കുത്ത് അവളുടെ ഉള്ളിൽ എത്തിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പ്രയാസമുള്ളത് കൊണ്ട് അത് സംഭവിക്കൂല എന്ന് പറയാൻ പറ്റുമോ? അതില്ല. 3 തലാഖ് ചൊല്ലിയാൽ 3 തലാഖായിട്ട് തന്നെ കൂടും, അതിൽ തർക്കമൊന്നുമില്ല. ഇന്ത്യൻ നിയമത്തെ മാനിക്കേണ്ടവർ അതനുസരിച്ച് നീങ്ങേണ്ടിയും വരും. അപ്പൊ ഇക്കാര്യവും നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇനി കല്യാണ ആഭാസങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഇങ്ങനെ പഴച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? യുക്തിവാദികളാകുന്ന, മതവിരുദ്ധരാകുന്ന, ധാർമ്മികതയുടെ ശീലുകൾ ഒന്നും താല്പര്യമില്ലാത്ത കുറെ ആളുകൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് അതിൻ്റെ ഉത്തരം. വെറുതെ പറയുന്നതല്ല. നിരവധിയായവരുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കാനുണ്ട്. പണ്ടൊരു വേദിയിൽ ഈ ക്ലാസിൻ്റെ ഭാഗമായിട്ട് തന്നെ അതൊക്കെ ആധികാരികമായി പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല, പ്രമാണബദ്ധമായ സമർത്ഥനത്തിൽ കിടക്കുന്നില്ല. എന്തായാലും വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു തെറ്റല്ലെന്ന് കേരളത്തിൽ യുക്തിവാദികൾ യുക്തിവിചാരം മാഗസിനിൽ പ്രസിദ്ധീകരിക്കുന്നു. വ്യഭിചാരം ഒരു തെറ്റൊന്നുമല്ല. മതം പഠിപ്പിക്കുന്നതാണ് ഇത്തരം സംഗതികൾ തെറ്റാണ് എന്നുള്ളത്. പിന്നെ അവർ വിശദീകരിക്കണം നല്ലൊരു സംഗതി ഉണ്ട്. പരിണാമപരമായ ഒരു പുരുഷന്റെ ദൗത്യം എന്താണ്? പരമാവധി സ്ത്രീകളിലേക്ക് അവൻ്റെ ഈ പ്രജനന പദാർത്ഥം എത്തിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവൻ്റെ ബീജം എത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ബലാത്സംഗം വരെ ചെയ്യാൻ പറ്റും. ബലാത്സംഗം ചെയ്ത് ശക്തി പ്രകടിപ്പിക്കുന്നവൻ അടുത്ത സ്പീഷീസിലേക്ക്, തലമുറയിലേക്ക്, ജീവിവർഗത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പറയണത്. ഇത്തരം ആളുകൾക്ക് വിവാഹത്തിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ആരെയും പരിഗ്രഹിക്കാം, ആവശ്യമുള്ള അനുസരിച്ചൊക്കെ തോന്നിയാസം ചെയ്തുകൊണ്ടിരിക്കാം.
ഇത് വ്യക്തിപരമായി ചെയ്ത് അങ്ങനെ പോകുന്നതിനപ്പുറം ഇതൊരു ദാർശനിക പരിവേഷം ഉണ്ടാക്കുകയാണ്. എല്ലാവരെയും വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അതിലേക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യുക്തിവിചാരം പോലെയുള്ള ഇത്തരം അധാർമികതകൾ എഴുന്നള്ളിച്ച പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതിനു വേണ്ടി ഒരു സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ മതി എന്ന് പലരും തീരുമാനിക്കുന്നതാണ്. അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സിനിമകൾ ഇറങ്ങുന്നു. ആണും ആണും തമ്മിലുള്ള കല്യാണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമ ഏതാനും മാസങ്ങൾക്ക് മുന്നാണ് കേരളത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചത്. കുറേ സ്ത്രീ കഥാപാത്രങ്ങളുടെ സിനിമകളുണ്ട് അത്രേ. അതിലൊക്കെ പറയണത് പെണ്ണും തമ്മിലുള്ള ലെസ്ബിയൻ ജീവിതത്തിന്റെ പോരുഷകളെ കുറിച്ചാണ്. സിനിമ എന്ന് പറഞ്ഞാൽ അഭിനയമാണെന്ന് നമ്മുടെ ചെറുപ്പക്കാർ മറന്നു പോകുന്നു. പിന്നെയോ അതൊക്കെയും ജീവിതം പോലെ അവരങ്ങോട്ട് ഏറ്റെടുക്കുന്നു. അതിന്റെ ഭാഗമായി ഇത്തരം തോന്നിയാസങ്ങൾ വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് വിവാഹത്തിലും ദാമ്പത്യ ജീവിതത്തിലും ഏറ്റവും സുതാര്യവും സ്തുത്യർഹവുമായ നിയമങ്ങളാണ്. അവിടെ ഐക്യം പൂത്തുലയുന്നു, സ്നേഹം സമൃദ്ധമായുന്നു, അവിടെ നല്ല നല്ല വിളവെടുപ്പുകൾക്ക് സാധ്യമാകുന്നു, നല്ല തലമുറ രൂപപ്പെടുന്നു, ഭാര്യയും ഭർത്താവും ഒന്നിച്ചു നിന്ന് മക്കളെ വളർത്തുന്നു. കുടുംബജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ രണ്ടുപേരും അവരവരുടെ റോളുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനുള്ള ഏറ്റവും സുതാര്യവും വ്യവസ്ഥാപിതവും നിയമപരവുമായ മാർഗമാണ് വിവാഹം. വിവാഹത്തിനെതിരെ പ്രതികരിക്കലല്ല യുക്തിവിചാരം. യുക്തിവിചാരം എന്ന് പേരിട്ടിട്ട് ഇത്തരം അശ്ലീലങ്ങൾക്ക് പ്രേരണ നൽകുന്ന ലേഖനങ്ങളും ദാർശനിക തലം നിർമ്മിച്ചു കൊടുക്കുന്ന പഠനങ്ങളും പ്രസിദ്ധീകരിച്ചാൽ അത് യുക്തിയല്ലെന്നും കുയുക്തിയാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഓരോ നിയമത്തെയും ശരിയായ വണ്ണം പഠിക്കുകയും മനസ്സിലാക്കുകയും സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക, അത് നമ്മുടെ ബാധ്യതയാണ്. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു, പരിശുദ്ധ ഷഅബാനാണ്. കുറേ ഹുക്കുമുകൾ അവതരിച്ച മാസം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉസാമത്ത് ബിൻ സെയ്ദ് ചോദിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു, എന്താ മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത വിധം അങ്ങ് ഈ മാസത്തിൽ കൂടുതൽ നോമ്പെടുക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മയൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടൊരു കാര്യം പറഞ്ഞു. വിശുദ്ധമാം റജബിൻ്റെയും അതിവിശുദ്ധമാം റമളാനിൻ്റെയും ഇടയിൽ പലരും ശ്രദ്ധ കൊടുക്കാതെ കഴിഞ്ഞു പോകുന്ന ഒരു മാസമാണ് ഷഅബാൻ. പലരും ശ്രദ്ധിക്കാതെ അങ്ങോട്ട് കടന്നുപോകും ഷഅബാൻ. അത് വരരുത്. അതിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. അതിനാ ഞാൻ കൂടുതൽ നോമ്പെടുക്കുന്നത് എന്ന്. അവിടുന്ന് ഒരു കാര്യം കൂടിയും പറഞ്ഞു, ഷഅബാനിൽ അമലുകൾ ഉയർത്തപ്പെടും. തത്സമയം നോമ്പുകാരനായി എൻ്റെ അമലുകൾ ഉയർത്തപ്പെടാൻ ഞാൻ കാംക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഖുർആൻ പാരായണം, സ്വലാത്ത് വർദ്ധിപ്പിക്കൽ. സ്വലാത്ത് നിർബന്ധമെന്ന് പറയുന്ന സൂറത്തു അൽ അഹ്സാബിൻ്റെ 56-ാമത്തെ വാക്യം അവതരിക്കുന്നത് ഷഅബാൻ 15-നാണ്. സക്കാത്തിന്റെ നിർബന്ധ കൽപ്പന വരുന്നത് ഷഅബാനിലാണ്. റമദാനിൽ നോമ്പെടുക്കണമെന്ന കൽപ്പനയുണ്ടാകുന്നത് ഷഅബാനിലാണ്. അപ്പോൾ കുറേ ഹുക്കുമുകൾക്ക് വേദിയായ സന്ദർഭമായ മാസം, റജബിൻ്റെയും റമദാനിൻ്റെയും പ്രതാപത്തിനിടക്ക് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മാസം. അതുകൊണ്ട് ഷഅബാനിൻ്റെ ഏകദേശം ആമുഖത്തിൽ ഇങ്ങനെ ഒരു സംഗമം, ഇത്രയും ആളുകൾ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ ഒരു സംഗമം നടത്തുമ്പോൾ ഷഅബാനെ കുറിച്ച് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതപകേടുമാകുമെന്ന് ഭയന്നാണ് നമ്മുടെ വിഷയത്തോട് നേരിട്ട് ബന്ധമില്ലാത്ത ഇക്കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത്. ഷഅബാനും റമദാനും ഒക്കെ മനോഹരമായി ആസ്വദിച്ച് ആരാധന കൊണ്ട് സദ്വൃത്തരായി നല്ലവരായി ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം പടച്ച റബ്ബ് പുറത്തു തരുമാറാവട്ടെ. നമ്മയും നമ്മുടെ മക്കളെയും നമ്മളോട് ബന്ധമുള്ള എല്ലാവരെയും പടച്ച റബ്ബ് പരിശുദ്ധ ദീനിൻ്റെ ഖാദിമീങ്ങളാക്കി വളർത്തി തരുമാറാവട്ടെ. നമ്മുടെ ദർസിലെ മുതഅല്ലിമീങ്ങളടക്കം നമ്മുടെ മക്കളൊക്കെ വിവിധങ്ങളായ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നു. അവരൊക്കെ അവരുടെ ജീവിതത്തിൽ വിവിധങ്ങളായ പ്രതിസന്ധികൾ നേരിടുകയും ചെയ്യുന്നു. പടച്ച റബ്ബേ അവർക്കൊക്കെ നീ നല്ല ബുദ്ധിവൈഭവം നൽകണേ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ അത്തിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.